ഓർമ്മയിലെ ആദ്യത്തെ പൂവ് റോസാപ്പൂവാണ്. ആദ്യത്തെ കഥ അസീസിയിലെ ഫ്രാൻസിസിൻ്റെ കഥയുമാണ്. ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരു അക്കൗണ്ട് ഉണ്ട്, അധികം ആർക്കും അറിയില്ല, ഞാനത് അധികം ആരോടും പറഞ്ഞിട്ടില്ല. ആ അക്കൗണ്ടിൽ പൂക്കൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഈ പുസ്തകം എഴുതുമ്പോൾ വായനക്കാരായി എൻ്റെ മനസ്സിൽ കണ്ടത് സ്കൂൾ കുട്ടികളെയാണ്. അവരിലാണ് പ്രതീക്ഷ. വളർന്നു വരുന്ന ഒരു തലമുറ പുതിയ ലോകം സൃഷ്ടിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സ്വരാജ് എന്ന് കേൾക്കുമ്പോൾ ഒരു തീപ്പൊരിയാണ് ഓർമ്മ വരിക. ആളുകളെ പെട്ടെന്ന് നമ്മൾ തീർപ്പ് കൽപ്പിക്കും, ഇന്നയാൾ ഇങ്ങനെയാണ്. സത്യത്തിൽ ഏറ്റവും വലിയൊരു വിഡ്ഢിത്തമാണത്. ചിലപ്പോൾ ഒരു ആയുഷ്കാലം മതിയാവില്ല ഒരു മനുഷ്യനെ നമുക്ക് തിരിച്ചറിയാനും വിലയിരുത്താൻ. സത്യത്തിൽ ആരെങ്കിലും ഒന്ന് ആയിത്തീരണം എന്നുള്ളൊരു ആഗ്രഹം എന്നെ സ്വാധീനിച്ചിട്ടേ ഇല്ല. ഈ കേസിലെ പ്രതികൾ ഞങ്ങളിൽ പെട്ടവരാണെന്നത് അഭിമാനമുള്ള കാര്യമല്ല, കുനിഞ്ഞ ശിരസ്സുമായിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. കൂടുതൽ കൊലപാതകങ്ങൾ നടത്തുന്നവർ വിജയികളാവുന്ന ഒന്നാണ് യുദ്ധം. സത്യത്തിൽ യുദ്ധത്തിൽ ആരും വിജയിക്കുന്നില്ല. അസംബന്ധത്തെ സൂചിപ്പിക്കാൻ ആളുകൾ പറയാറുള്ളത് ചാനൽ ചർച്ച പോലെ എന്ന് പറയാറ്. പക്ഷെ സ്വരാജുള്ള ചാനൽ ചർച്ചയെക്കുറിച്ച് ആളുകൾ അങ്ങനെ പറയാറില്ല. ഞാൻ അങ്ങനെ ആലോചിക്കാൻ, 1942 മഹാത്മാഗാന്ധി ഹിറ്റ്ലർക്കൊരു കത്ത് എഴുതുന്നുണ്ട്. ഗാന്ധിജി ഹിറ്റ്ലറെ അഭിസംബോധന ചെയ്തു സുഹൃത്തെ എന്നാണ്. അപ്പം ഞാൻ പറയുന്നത് വെറും വേഷം കെട്ടലുകളും ആക്രോശങ്ങളും അക്രമോത്സുകമായ പോർവിളികളും അസംബന്ധങ്ങളും വിഡ്ഢിത്തവും കളവ് പറയലും ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് ചാനൽ ചർച്ചകൾ. ഈ ഭൂമിയിൽ എവിടെ പൂക്കൾ വിടർന്നു നിന്നാലും അത് നമ്മുടേതും കൂടിയാണ്. നമ്മൾ തന്നെ നട്ടു നനച്ച് പരിപാലിച്ചു കൊള്ളണമെന്നില്ല. യോജിച്ചും വിയോജിച്ചും അകന്നും അടുത്തും മലയാളി കൊണ്ടു നടന്ന ഒരു സ്വരാജുണ്ട്. അയാളോടൊപ്പമല്ല നാം ഇരിക്കുന്നത്. പൂക്കളും പുസ്തകങ്ങളും കൊണ്ട് സ്വരാജ്യം നിർമ്മിക്കാം എന്ന് കരുതുന്ന ഒരു സർഗാത്മക ജീവിയുണ്ട് സ്വരാജ് എന്ന രാഷ്ട്രീയക്കാരിൽ. അയാളോടാണ് നാം മിണ്ടുന്നത്, അയാളെയാണ് നാം കേൾക്കുന്നത്. രാഷ്ട്രീയ പ്രവർത്തനം എന്നാൽ ഒരു പൂക്കാലത്തെ സ്വപ്നം കാണലാണ്. എന്തെങ്കിലും വരുമെന്നുറപ്പുള്ള ഒരു വസന്തം. തീർച്ചയായും പൂക്കളുടെ പുസ്തകം എന്ന ഒരു പുസ്തകം സ്വരാജിൽ നിന്നിറങ്ങുമ്പോൾ ഞാൻ അങ്ങനെയൊക്കെയാണ് ആലോചിച്ചത്. സ്വരാജിൻ്റെ ആത്മകഥയിൽ ഒരുപക്ഷെ എന്തെങ്കിലും ഇറങ്ങുമ്പോൾ അതിൽ ആദ്യം കേട്ട കഥ ഒരു പൂവിനെക്കുറിച്ച് അമ്മ പറഞ്ഞ ഒരു കഥയാണ്. ആ കഥ പറഞ്ഞ് നമുക്ക് ഈ സെഷൻ ആരംഭിക്കാം. അത് ഞാൻ ആ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. അത് റോസിനെ സംബന്ധിച്ചാണ്. റോസാണ് അത്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ട പൂവ് റോസാണ്. കാരണം അന്ന് ഞങ്ങളുടെ മുറ്റത്ത് സമൃദ്ധമായിട്ട് റോസ് ഉണ്ടായിരുന്നു. അതെനിക്കിപ്പോഴും ആ ദൃശ്യം ഓർമ്മയുണ്ട്. അപ്പോൾ ആ റോസ് പൂക്കൾ ആകർഷണീയമായ പൂക്കൾ കാണുകയും ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ ആ പൂക്കൾ ആയിട്ടുള്ള ഒരു കളിയിലൊക്കെ ആയിരിക്കും. നല്ല മുള്ളുകളുണ്ടല്ലോ. അപ്പോൾ കയ്യിൽ കൊണ്ട് മുറിയൊക്കെ ചെയ്തിട്ടുണ്ടാവണമെന്ന് വളരെ നേരിയ ഓർമ്മയാണ്. അപ്പോൾ അങ്ങനെ അമ്മയാണ് അന്ന് ഈ മുള്ളുകളില്ലാത്ത പൂക്കളെക്കുറിച്ചൊക്കെ ഒരു പക്ഷേ കുട്ടി എന്ന നിലയ്ക്ക് വാശി പിടിച്ച് കരഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അമ്മ പറഞ്ഞ കഥ എനിക്ക് ഓർമ്മയുണ്ട്, അസീസിയിലെ ഫ്രാൻസിസിൻ്റെ കഥ. ഞാൻ അങ്ങനെ ഒരാളെക്കുറിച്ച് കേൾക്കുന്നതും ഈ കഥയും എല്ലാം എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രക്തം പുരണ്ട മണ്ണിൽ മുള്ളുകളില്ലാത്ത റോസാപ്പൂക്കൾ വിടർന്നു വന്നു എന്നാണ് പറയുന്നത്. അത് ഈ പുസ്തകത്തിൽ സന്ദർഭവശാൽ ഞാൻ എൻ്റെ ഒരു അനുഭവം എന്ന നിലയിൽ സാന്ദർഭികമായി പറഞ്ഞു പോയ സമയത്ത് കേട്ടാണ്. അതായത് ഓർമ്മയിലെ ആദ്യത്തെ പൂവ് റോസാപ്പൂവാണ്. ആദ്യത്തെ കഥ അസീസിയിലെ ഫ്രാൻസിസിൻ്റെ കഥയുമാണ്. അതാണ് നമ്മൾ ഒരു പൂവ് വെറുമൊരു പൂവല്ല എന്നും ഒരു ചെടിയിൽ വിരിഞ്ഞു നിൽക്കുന്ന ഒരു പൂവല്ല എന്നും ഒരുപാട് കാര്യങ്ങൾ ആ പൂവുമായി നമ്മൾ ചേർന്ന് നിന്നാൽ ചരിത്രത്തിലേക്കും മിത്തിലേക്കും ഇതിഹാസങ്ങളിലേക്കും ഒക്കെ പൂവുമായി കണക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ സ്വരാജ് പങ്കുവച്ചിട്ടുണ്ട്. ഒരു പൂവ് എന്താണ് മനുഷ്യനോട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് സ്വാധീനമാണ് ഒരാളിൽ ഒരു പൂവുണ്ടാക്കുന്നത്? സത്യത്തിൽ അത് പൂവ് മാത്രമല്ല, ഇപ്പോൾ ഒരു സസ്യമാവട്ടെ ഒരു ഇലയാവട്ടെ അത് ഓരോരുത്തരും കാണുന്നതിൻ്റെ കൂടി പ്രത്യേകതയുണ്ട്. ഇപ്പോൾ നമ്മുടെ കാഴ്ചകൾക്ക് പല രീതികളായിരിക്കും. നമ്മളൊരു പൂവ് കാണുമ്പോൾ ഒടുവിലായി കാണുകയാണ് എന്ന മനോഭാവത്തോടെ നമ്മളതിനെ കണ്ടാൽ ഒരുപക്ഷെ സാധാരണ കാഴ്ചയിൽ നിന്നും വ്യത്യസ്തമായിട്ട് പൂവ് പലതും നമുക്ക് പകർന്നു തരും. അതായത് നമ്മളൊരു പൂവ് കാണുമ്പോൾ, പൂവെന്ന് മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു വൃക്ഷമാവട്ടെ ഒരു ഇലയാവട്ടെ ഈ പ്രകൃതിയിലെ എന്തുമാവട്ടെ, മനുഷ്യൻ പോലും ആവട്ടെ, നമ്മൾ പരിചയപ്പെടുമ്പോൾ ജീവിതത്തിൽ ഇനി ഒരിക്കലും കാണാനിടയില്ല എന്നാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ പല കാരണം കൊണ്ട് സംഭവിക്കാം.
നമ്മളടുത്ത നിമിഷത്തിൽ മരിച്ചു പോയാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ കാണില്ല. അങ്ങനെ മറ്റേതെങ്കിലുമൊക്കെ സന്ദർഭവശാൽ അപ്പോൾ ഒടുവിലത്തെ കാഴ്ച ആണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നുവെങ്കിൽ സാധാരണ കാഴ്ചയിൽ നിന്നും അത് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതിനെ സമഗ്രമായിട്ട് കാണാൻ നമുക്ക് പറ്റും, ഒരു പൂവിനെ കാണാൻ പറ്റും. അതിനെ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കും, നമ്മുടെ മനസ്സിലാഴത്തിൽ അത് പതിയും, അത് പല ഓർമ്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ സൂക്ഷ്മമായ കാഴ്ചകൾ നമുക്ക് പകർന്നു നൽകുന്ന മറ്റൊരു ലോകം കൂടിയുണ്ട്. ഞാനിപ്പോൾ ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു വന്നേ ഉള്ളൂ. പൂവിനെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ ആ പുസ്തകത്തിൽ ആദ്യത്തെ അധ്യായം മേന്തോന്നി പൂവിനെ കുറിച്ചാണ്. അത് യാദൃച്ഛികമായിരുന്നു. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ്. ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ പുറംചട്ടയായിട്ട് പുറം കവറായിട്ട് വന്ന ഒരു ചിത്രമാണ്. അത് ഏത് പൂവാണെന്ന് അതിലുണ്ടായിരുന്നില്ല. അക്കാലത്തൊക്കെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ കവർ ചിത്രങ്ങൾ ആകർഷണീയമായ പൂക്കളായിരുന്നു. കണ്ടിട്ടുള്ളതും ഇല്ലാത്തതുമായ പൂക്കൾ ഉണ്ടാവുമായിരുന്നു. പക്ഷേ എന്നെ വല്ലാതെ ആകർഷിച്ചു. തോട്ടത്തിൽ മാത്രമല്ല അച്ചടിക്കപ്പെട്ട പൂക്കളൊക്കെ അതെ, ആകർഷിച്ചു. അത് എല്ലാവരെയും ആകർഷിക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ, എന്നെ ആകർഷിച്ചു. ഒരു തീത്തിരമാലകൾ പോലെ എന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. അഗ്നി ഇങ്ങനെ ആളിപ്പടരുന്ന അഗ്നിജ്വാലകൾ പോലെ തോന്നിപ്പിക്കുന്ന ഒരു പൂവായിരുന്നു. അപ്പോൾ പൂവിൻ്റെ പേരതിലുണ്ടായിരുന്നില്ല, 2 വരി കവിതയാണ് ഉണ്ടായിരുന്നത്. ചിത്രമെടുത്ത ഫോട്ടോഗ്രാഫറുടെ പേരതിലുണ്ടായിരുന്നു, അജിത് കുമാർ. പക്ഷേ അദ്ദേഹത്തെ സ്കൂൾ വിദ്യാർത്ഥിയായി എനിക്ക് കണ്ടുപിടിക്കാനൊന്നും കഴിയില്ല. പക്ഷെ മനസ്സിൽ മായാതെ ആ പൂവ് കിടന്നിരുന്നു. പിന്നീട് പലയിടങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോഴും അറിയാതെ നമ്മൾ ഇങ്ങനെ ഒരു പൂവ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കണ്ണുകൾ പരതും. പക്ഷേ എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ഇത് കണ്ടുപിടിച്ചതിന് ശേഷം പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. അത്ര അപൂർവമായൊരു പൂവല്ല അത്. പക്ഷേ എന്തോ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. പിന്നീട് ഏറെ വർഷങ്ങൾ കഴിഞ്ഞാണ്, 10-30 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു ലൈബ്രറിയിൽ നിന്ന് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ ആ ലക്കം തിരഞ്ഞെടുത്ത് അത് വീണ്ടും എടുത്ത് അത് ചില സസ്യശാസ്ത്ര പ്രൊഫസർമാരുമായിട്ടൊക്കെ കൊടുത്തപ്പോഴാണ് ഇത് മേന്തോന്നിയാണെന്ന് മനസ്സിലായത്. പിന്നീടാണ് മേന്തോന്നിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ വളരെ കൗതുകകരമായ അതിലെ ചരിത്രത്തിൽ ആ പൂവിൻ്റെ സ്ഥാനം എന്നെ വളരെ ആവേശം കൊള്ളിച്ച ചില അനുഭവങ്ങളുണ്ടായി. അങ്ങനെയാണ് നമുക്ക് വ്യക്തിപരമായി നമ്മളെ ആകർഷിച്ച ചില പൂക്കൾ, അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ളൊരാഗ്രഹം, അങ്ങനെ അന്വേഷിക്കുമ്പോൾ കിട്ടിയ ചില അറിവുകൾ, നുറുങ്ങുകൾ, അത് നമ്മളെ വല്ലാതെ പ്രചോദിപ്പിക്കുന്നതും അത്ഭുതപ്പെടുത്തുന്നതുമായപ്പോൾ അതൊക്കെ കൂടിയാണ് ഒടുവിൽ ഇങ്ങനെ ഒരു പുസ്തകമായിട്ട് രൂപപ്പെട്ടത്. ഇപ്പോൾ കാഴ്ചയുറച്ച കാലം മുതൽ പൂക്കളോടും ഇലകളോടും ഒക്കെയുള്ള പ്രത്യേക മനോഭാവമുള്ള ഒരാളാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് ആ കാലവും കഴിഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയൊക്കെ പോയി ഇക്കാലം വരെ എത്തി നിൽക്കുമ്പോഴും ആ മനോഭാവത്തിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. കാരണം സ്വരാജ് സഞ്ചരിക്കുന്ന ഇടങ്ങൾ, പോകുന്ന വേദികൾ, അവിടേക്ക് കൈമാറുന്ന ഒരു ബൊക്ക, അതിലേക്കൊക്കെ ആദ്യം കണ്ണ് തട്ടുന്നത് ഏതെങ്കിലും ഒരു പൂവിലാണ്. അതെന്തുകൊണ്ടാണ്? അതിന് കൃത്യമായ ഉത്തരവൊന്നുമില്ല. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച ഒരു ജാഥയിലായിരുന്നു. LDFൻ്റെ ഒരു വികസന മുന്നേറ്റ ജാഥ. ബിനോയ് വിശ്വമായിരുന്നു ആ ജാഥയുടെ ക്യാപ്റ്റൻ. ഒരുപാട് പൂക്കൾ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അതിൽ ബിനോയ് വിശ്വമായിരുന്നു എൻ്റെ ക്യാപ്റ്റൻ. അദ്ദേഹം എനിക്കൊരു പുസ്തകം തരികയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീമതി ഷൈല സി ജോർജ് എഴുതിയ ഒരു പുസ്തകമാണ്. പുസ്തകത്തിൻ്റെ പേര് തിസിലും നീലപ്പോപ്പിയും എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ നീലപ്പോപ്പി ഭൂട്ടാൻ്റെ ദേശീയ പുഷ്പമാണ്, ഹിമാലയൻ പോപ്പിയാണ്. തിസിൽ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ ആ പുസ്തകത്തിൽ നോക്കിയപ്പോൾ മനോഹരമായൊരു പുസ്തകമാണത്. ചില ഓർമ്മക്കുറിപ്പുകളും യാത്രാനുഭവങ്ങളും എല്ലാം കൂടിയുള്ളൊരു പുസ്തകം. അപ്പോൾ അതിൽ തിസിലിൻ്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, തിസിൽ എന്നൊരു പൂവ്. അപ്പോഴാണ് പെട്ടെന്ന് ഞാൻ ഓർമ്മിക്കുന്നത്, ഞാൻ കുറച്ച് നാൾ മുമ്പ് UK പോയപ്പോൾ അവിടെ ഹൈഗേറ്റ് സെമിട്രിയിൽ മാർസിൻ്റെ ശവകുടീരത്തിൽ ചെല്ലുന്ന സമയത്ത് അവിടെ മാർസിൻ്റെ ശവകുടീരത്തിൻ്റെ പ്രത്യേകത എപ്പോഴും വാടാത്ത പുഷ്പചക്രങ്ങളും ബൊക്കകളൊക്കെ അവിടെ ഉണ്ടാവും. കാരണം വരുന്നവരല്ലാതെ ഇങ്ങനെ വെച്ച് നമ്മൾ വരുന്നതിന് തൊട്ട് മുൻപ് തന്നെ ആരെങ്കിലും വെച്ചിട്ടുള്ളതൊക്കെ ഉണ്ടാവും. അവിടെ അങ്ങനെ ഏറ്റവും പുതിയ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഓരോ സാധനങ്ങൾ, അങ്ങനെ ചില രാജ്യങ്ങളിൽ നിന്ന് പുസ്തകങ്ങൾ, അവരുടെ നാണയങ്ങളൊക്കെ അങ്ങനെ വെക്കുന്നൊരു പതിവുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ ഏതോ ഒരു ഒരു സന്ദർശകൻ വെച്ച ഒരു ബൊക്കയിൽ ഒരു പൂവ്, അത് ഞാൻ കണ്ടിട്ടില്ലാത്തൊരു പൂവാണ്. അപ്പോൾ അപൂർവമായി എനിക്ക് തോന്നിയൊരു പൂവ്, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാനതിൽ അതിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിരുന്നു. അപ്പോഴാണ് ഈ പുസ്തകത്തിൽ നോക്കുമ്പോൾ തിസിലാണ് ആ പൂവ്. അത് സ്കോട്ട്ലൻഡിൻ്റെ ദേശീയ പുഷ്പമാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച കൂടി
നമ്മുടെ മനസ്സിലിങ്ങനെ കിടന്ന ഒരു പൂവ് ഇന്നതാണ് എന്ന് തിരിച്ചറിയുകയും ആ പൂവിനെ കുറിച്ചുള്ള ചില കഥകൾ മനസ്സിലാവുകയൊക്കെ ചെയ്ത ഒരു അനുഭവം ഞാനിപ്പോൾ നിങ്ങൾ ചോദിച്ചപ്പോൾ ഇങ്ങനെ പറയുകയാണ്. ഇതിപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് മാർക്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ചത് നെഹ്റുവിനെ കുറിച്ചാണ്. നെഹ്റുവിനെ നാം കുട്ടികളെപ്പോഴും അല്ലേ അല്ലെങ്കിൽ ഒരു പൂവുമായിട്ടാണ് നാം കാണുന്നത്. നെപ്പോളിയനെ വയലറ്റ് പൂക്കളുമായിട്ടാണ് കാണുന്നത്. ചരിത്ര പുരുഷന്മാർ പൂക്കളാൽ കൂടി നിർവചിക്കപ്പെട്ടവരാണ്, അല്ലെങ്കിൽ പൂക്കളാൽ കൂടി ഓർമ്മിക്കപ്പെടുന്നവരാണ്. അങ്ങനെ ആ ഒരു പൂക്കളും ചരിത്ര പുരുഷന്മാരും എന്നാലോചിക്കുമ്പോൾ വേറെ കുറേ കൗതുകങ്ങളൊക്കെ ഓർമ്മയിലുണ്ടാവില്ലേ? സ്വാഭാവികമായിട്ടും അത് നമ്മൾ എന്താണോ അന്വേഷിക്കുന്നത് നമുക്കത് കണ്ടെത്താനാവും എന്നതാണ് ഒരു വസ്തുത. അപ്പോൾ ഈ പുസ്തകത്തിൽ തന്നെ ചിലത് പരാമർശിച്ചിട്ടുണ്ട്. അതങ്ങനെ പലയിടത്തും നമുക്ക് കിട്ടുന്ന ചില നുറുങ്ങുകളാണ്. നെഹ്റുവിൻ്റെ എല്ലാവർക്കും അറിയുന്നതാണ്. വെള്ള കാർണേഷൻ സ്ഥിരമായി അണിഞ്ഞിരുന്ന ബർണാഡ് രാജകുമാരനെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ. അപ്പോൾ അങ്ങനെ പല ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട വ്യക്തികളും സംഭവങ്ങളും പ്രദേശങ്ങളും ചരിത്ര മുഹൂർത്തങ്ങളുമൊക്കെ പൂക്കളുമായി കൂടി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. അത് കൗതുകകരമാണ്, അത്ഭുതകരമാണ്, ചിലത് അവിശ്വസനീയമാണ്, അതിശയകരമാണൊക്കെയാണ്, പക്ഷേ സത്യമാണ്. അപ്പോൾ ഓരോരുത്തരുടെയും അന്വേഷണങ്ങൾ ഏത് ദിശയിലാണോ പോകുന്നത് അതനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കും അവർക്ക് കണ്ടെത്താൻ സാധിക്കുക. അപ്പോൾ പൂക്കളെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അല്ലെങ്കിൽ പൂക്കളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ മുൻപിൽ വന്നു എന്നുള്ളതാണ്. അത് പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പുസ്തകം എഴുതുമ്പോൾ വായനക്കാരായി എൻ്റെ മനസ്സിൽ കണ്ടത് സ്കൂൾ കുട്ടികളെയാണ്. സ്കൂൾ കുട്ടികളെ കാണാൻ കാരണം അവർ ഈ പൂക്കളെയും ഇലകളെയും ചെടികളെയും പ്രകൃതിയെയും ഒക്കെ വിലമതിക്കുന്നവരായി, മൂല്യവത്തായി അതിനെയൊക്കെ കാണുന്ന ഒരു മനോഭാവമുള്ളവരായി, ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ് എന്ന് ചിന്തിക്കുന്ന മനോഭാവമുള്ളവരായി വളർന്നാൽ അത് നമ്മുടെ സമൂഹത്തിന് വളരെ നന്നായിരിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അവരിലാണ് പ്രതീക്ഷ. വളർന്നു വരുന്ന ഒരു തലമുറ പുതിയ ലോകം സൃഷ്ടിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിലെനിക്കൊരു സന്തോഷമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പുസ്തകം എഴുതി എൻ്റെ ദൗത്യം കഴിഞ്ഞു ചിന്തിക്കുന്ന ആളാണ് ഞാൻ. പിന്നെ അതിനെക്കുറിച്ച് അങ്ങനെ ആലോചിക്കുന്ന ഒരാളല്ല. പക്ഷേ കുറച്ച് നാൾ മുമ്പ് ഇവിടെ തിരുവനന്തപുരത്ത് ഇരിഞ്ചയം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയി ഞാൻ. അപ്പോൾ അവിടുത്തെ ബാലവേദിയിലെ കുറേ കുട്ടികൾ എന്നെ കാണാൻ വന്നു. അപ്പോൾ ഒരു 8-10 കുട്ടികൾ ചേർന്നിട്ട് അവർ പൂക്കളുടെ പുസ്തകം എന്ന പേരിലൊരു പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നു. ഈ പുസ്തകം വായിച്ചപ്പോൾ അവർക്ക് ഒരു പ്രേരണ തോന്നി. അവരവരുടെ ചുറ്റുമുള്ള പൂക്കളെ നിരീക്ഷിക്കുകയും കാണുകയും ഒക്കെ ചെയ്ത് അവരുടെ ഭാവനയിൽ പൂക്കളെക്കുറിച്ചുള്ള കഥകളും കവിതകളുമാണ്, ചെറിയ കഥകളും കവിതകളും കോർത്തിണക്കി ഒരു 8-10 കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. അവരൊരു പുസ്തകം രക്ഷിതാക്കളുടെ സഹായത്തോടെ തയ്യാറാക്കി മനോഹരമായ കവറൊക്കെ ചെയ്ത് ആ പുസ്തകത്തിന് അവർ കൊടുത്ത പേര് പൂക്കളുടെ പുസ്തകം എന്നാണ്. എന്നിട്ട് അതിൻ്റെ ഒരു കോപ്പി അവരെനിക്ക് തരുന്നുണ്ട്. അപ്പോൾ ഞാനെന്താണോ ഉദ്ദേശിച്ചത് അത് സഫലമായി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരു വായന പുസ്തകത്തിൻ്റെത് പൂർത്തിയാവുന്നത് ഇങ്ങനെയൊക്കെയാണ്. അതായത് അല്ലേ, ഒരു കോ റൈറ്റർ എന്ന് പറയും. നമ്മൾ വായിക്കുമ്പോൾ അത് വേറൊരു പ്രൊഡക്റ്റായിട്ട് മാറുന്നു. ഇത് പറഞ്ഞപ്പോഴാണ് ബാലവേദി എന്നൊക്കെ പറഞ്ഞ വാക്ക് കേട്ടപ്പോൾ, ഇപ്പോൾ സ്വരാജിലെ കുട്ടിക്കാലം, യുറീക്ക, ബാലവേദി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂടിയായിരിക്കാം ഒരുപക്ഷെ അന്വേഷണ തൃഷ്ണ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ പൂക്കളുടെ പിന്നാലെ പോകാൻ അങ്ങനെ ആ ഒരു കുട്ടിക്കാലവും പൂക്കളും ഈ സംഘങ്ങളും ആ സംഘടനയിൽ ചേരുന്നതും ഒക്കെ ഈ ഒരു യാത്രയിൽ അല്ലെ അതൊന്ന് ഓർമ്മിച്ചാൽ. അത് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം, ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ജീവിച്ചിട്ടുള്ള ഒരാളാണ് പല സാഹചര്യങ്ങളിൽ. അപ്പോൾ ജനിച്ചു വളർന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇന്നും ഗ്രാമമായി തുടരുന്നൊരു പ്രദേശമാണ്. അന്നും ഇന്നും ഗ്രാമം. അപ്പോൾ അന്ന് എത്രമാത്രം ഗ്രാമമായിരുന്നു എന്ന് ഊഹിക്കാവുന്നതാണ്. അപ്പോൾ വളരെ പൂക്കളും ചെടിയും കാടും മലയൊക്കെ ഇടകലർന്ന ഒരു ജീവിതമായിരുന്നു കുട്ടിയായിരിക്കുമ്പോഴുള്ള ജീവിതം. അപ്പോൾ ഞാൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയതിന് ശേഷം അവിടെ ബാലവേദി ഉണ്ടായിരുന്നു, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ബാലവേദി. ആ ബാലവേദിയുടെ പ്രവർത്തകനായിരുന്നു ഞാൻ. ആ ബാലവേദിയുടെ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ പരിഷത്തുമായിട്ട് അടുക്കാനുള്ളൊരു അവസരം അങ്ങനെയാണ് ഉണ്ടായത്. എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ളൊരു സംഘടന പരിഷത്താണ് ആ പ്രായത്തിൽ. പരിഷത്തിൻ്റെ ശാസ്ത്ര കലാജാഥ എല്ലാ വർഷവും സ്കൂൾ പഠിക്കുന്ന വർഷങ്ങളെല്ലാം ഞാനത് കാണുമായിരുന്നു. എല്ലാ നാടകങ്ങൾ, കലാപരിപാടികളൊക്കെ കാണുമായിരുന്നു. അതെ, യുറീക്ക വിജ്ഞാനോത്സവം, ഞാൻ 10ാം ക്ലാസ് വരെ യുറീക്ക വിജ്ഞാനോത്സവത്തിൽ പങ്കെടുക്കുമായിരുന്നു. അതിൽ സ്ഥിരമായി വിജയിക്കുമായിരുന്നു. പുസ്തകങ്ങളുടെ ഒരു വിശാല ലോകം സത്യത്തിൽ പരിഷത്തിലൂടെയാണ് വരുന്നത്. വായന ആരംഭിക്കുന്ന പരിഷത്തിലൂടെയല്ല. ഞാൻ വളരെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് അന്ന് കേരളത്തിലൊരു സംഘടന പോലെ പ്രവർത്തിച്ചിരുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു, കേരള അസോസിയേഷൻ ഫോർ നോൺ ഫോമൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയും, കാൻഫഡ് എന്ന് പറഞ്ഞിട്ട് PN പണിക്കരുടെയും മറ്റും നേതൃത്വത്തിലുള്ളതാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ അതിൻ്റെ ഒരു പ്രവർത്തകനായിരുന്നു. അത് ഈ അനൗപചാരിക വിദ്യാഭ്യാസം, ആളുകളെ അന്ന് സാക്ഷരതാ യജ്ഞം വന്നിട്ടില്ല, അതിന് മുമ്പുള്ള കാലമാണ്.
അപ്പോൾ ഈ അനൗപചാരിക വിദ്യാഭ്യാസം, അപ്പോൾ അതിനുവേണ്ടി ഒക്കെ മുന്നിട്ടിറങ്ങുന്നൊരു പ്രവർത്തകനായിരുന്നു അച്ഛൻ. അപ്പോൾ അത് അങ്ങനെ നവസാക്ഷരരായിട്ട് വരുന്ന ആളുകൾക്ക് വായിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ധാരാളം പുസ്തകങ്ങൾ കാൻഫെഡ് പുറത്തിറക്കിയിരുന്നു. അപ്പോൾ വീട്ടിൽ ഈ പുസ്തകങ്ങളൊക്കെ ഉണ്ടാവും ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന പുസ്തകം. അതാണ് ഞാൻ ആദ്യമായിട്ട് വായിച്ചിട്ടുള്ള പുസ്തകം. എന്ന് വെച്ചാൽ നവസാക്ഷരരെ ബോധവൽക്കരിക്കാനും ഒക്കെ വേണ്ടിയുള്ള പുസ്തകങ്ങളാണ്. ഞാനിപ്പോഴും ഓർക്കുന്നു മലപ്പുറം ജില്ലാ തപാൽ ആപ്പീസ്, പൗരനും ഭരണഘടനയും, അനൗപചാരിക വിദ്യാഭ്യാസം എന്നാൽ എന്ത്, സാമൂഹിക സേവകൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ പുസ്തകങ്ങൾ. ആ കൂട്ടത്തിൽ ഞാൻ ആദ്യം വായിച്ച പുസ്തകം അമ്മയുടെ കണ്ണുനീർ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമാണ്. അതാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ വായിച്ച പുസ്തകം. അമ്മയുടെ സഹോദരിയുടെയൊക്കെ സഹായത്തോട് കൂടിയിട്ട് ഞാൻ വായിക്കുന്ന പുസ്തകമാണ്. ശിവരാമൻ ചെറിയനാട് എന്ന് പറയുന്നൊരു സാഹിത്യകാരനാണ് അത് എഴുതിയത്. എൻ്റെ മനസ്സിൽ പതിഞ്ഞ ആദ്യത്തെ സാഹിത്യകാരൻ ശിവരാമൻ ചെറിയനാടാണ്. ആദ്യത്തെ പുസ്തകം അമ്മയുടെ കണ്ണുനീരുമാണ്. പിന്നീട് ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാനും ടി വി രാജേഷും ഒരു യൂത്ത് മാർച്ച് കാസർഗോഡും തിരുവനന്തപുരത്തേക്ക് നയിച്ചു പോകുമ്പോൾ മാവേലിക്കരയിൽ ഒരു സ്വീകരണ യോഗത്തിൽ വെച്ച്, എല്ലാ സ്വീകരണ യോഗങ്ങളിലും അതത് സ്ഥലത്തെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളൊക്കെ ക്ഷണിക്കുന്നുണ്ട്, എഴുത്തുകാരും സാമൂഹ്യ പ്രവർത്തകരും. അപ്പോൾ സ്വാഗതം പറഞ്ഞ ആളിങ്ങനെ പ്രശസ്ത എഴുത്തുകാരൻ ശിവരാമൻ ചെറിയനാട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ നോക്കി. ഞാൻ അദ്ദേഹത്തെ പോയി പരിചയപ്പെട്ടു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന പുസ്തകം എഴുതിയ ആളല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. ഇപ്പം അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിൻ്റെ മക്കളുണ്ട്. ആളെ കഴിഞ്ഞ ദിവസം കൂടി ഞാൻ കണ്ടിരുന്നു. പറഞ്ഞു വന്നത് ആ പുസ്തകമാണ് ഞാൻ ആദ്യമായി വായിച്ച പുസ്തകം. ഞാനതിപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ അത് കഴിഞ്ഞ് വായനയുടെ അടുത്തൊരു ഘട്ടം എന്ന് പറഞ്ഞാൽ ഇത് സ്കൂളിൽ പോകുന്നതിന് മുൻപ് വായിച്ച കാര്യമാണ്. ബാലവേദിയുടെയൊക്കെ ഭാഗമായി വന്നപ്പോൾ പരിഷത്ത് അന്ന് ധാരാളം പുസ്തകങ്ങൾ ഇറക്കുമായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അന്ന് വായിച്ച് തുടങ്ങുന്ന കാലത്ത് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, പക്ഷികളുടെ അത്ഭുത പ്രപഞ്ചം, ഊർജത്തിൻ്റെ ഉറവിടങ്ങൾ തേടി, പൂക്കുവയിലേറ്റാൽ പൊന്നാകും, പറക്കലിൻ്റെ കഥ, വൈദ്യുതിയുടെ കഥ, പിരമിഡിൻ്റെ നാട്ടിൽ, രാജാവും പോലീസും, കോശയുദ്ധങ്ങൾ, ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് പുസ്തകം. അപ്പോൾ പരിഷത്ത് ആ നിലയിൽ ഈ പുസ്തകം വായന മാത്രമല്ല, എന്തുകൊണ്ടും എങ്ങനെയൊക്കെ ഇറങ്ങിയൊരു കാലമാണ്. അപ്പോൾ പ്രകൃതി നിരീക്ഷണം, അപ്പോൾ എല്ലാ കാര്യങ്ങളെയും സൂക്ഷ്മമായിട്ട് വിലയിരുത്തുക, അങ്ങനെയെല്ലാമുള്ള ഒരു വ്യക്തിത്വ രൂപീകരണത്തിൽ സുപ്രധാനമായി പങ്കുവഹിച്ച ഒരു പ്രസ്ഥാനമായിരുന്നു പരിഷത്തും പരിഷത്തിൻ്റെ ബാലവേദിയും. അത് ഒരുപക്ഷെ ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആ സ്വാധീനം ഉണ്ടാവും. സ്കൂളിൽ മാത്രമായിരുന്നു പോയിരുന്നതെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുമായിരുന്നില്ല. ശരിക്കും നമ്മൾ സ്കൂളിൽ മാത്രം പോയാൽ പോരാ കുട്ടി. ഒരിക്കലും പോരാ. അത് പറഞ്ഞപ്പോഴാണ് ഇപ്പം അമ്മയുടെ കണ്ണുനീർ. അപ്പോൾ ഒരു കുട്ടിയെ അത് മറ്റൊരാളുടെ വേദനയോ അല്ലെങ്കിൽ കണ്ണുനീർ, അത് പുസ്തകത്തിന്റെ ഉള്ളടക്കം മദ്യത്തിനെതിരായിട്ടുള്ളൊരു ബോധവൽക്കരണമാണ്. അത് ഈ നവസാക്ഷരതയ്ക്ക് ഉദ്ദേശിച്ചിട്ടുള്ളൊരു പുസ്തകമാണ്. അപ്പോൾ മദ്യം ഒരു വലിയ ദുരന്തമാണ് എന്നത് ഒരമ്മയുടെ ദുരന്തത്തിലൂടെ, കണ്ണുനീരിലൂടെ ഒരു ചിത്രീകരിക്കുന്ന ഒരു ചെറിയ നോവലാണത്. ഞാൻ പറഞ്ഞത് ഒരു ശീർഷകം പോലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വേദനയെ സംഗ്രഹിച്ചു കൊണ്ടുള്ള ഒരു ശീർഷകമാണ്. ഒരുപക്ഷെ എളുപ്പം കുട്ടിയെ സ്വാധീനിക്കുന്ന ഒന്നുമായിരിക്കാൻ പറ്റില്ലേ. ആ വേദനയെ ചേർത്ത് പിടിക്കലാണ് പുസ്തക വായനയും വേറെ അർത്ഥത്തിൽ. ആ പുസ്തക വായനയിലേക്ക് നമുക്ക് വരാം. ഞാൻ പെട്ടെന്ന് ഓർമ്മയിൽ വന്നത്, നേരത്തെ ഒരു മാതൃഭൂമി ഒ അജിത് കുമാർ എടുത്ത ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് പറഞ്ഞു, തോട്ടത്തിലെ പൂക്കളെക്കുറിച്ച് പറഞ്ഞു. ഞാൻ ഈ അടുത്ത് സ്വരാജിൻ്റെ വീട് ചാനലുകളിൽ കണ്ടപ്പോൾ ഒരുപാട് ക്യാമറകൾ ആ വീട്ടിൽ, പല കാലങ്ങളിലെ ക്യാമറകൾ. അപ്പോൾ ഒരു ഈ പൂക്കളുടെ ഫോട്ടോ എടുത്ത ഒരു സ്വരാജ് എന്തായാലും ഉണ്ടാവും. പൂക്കളുടെ അല്ലേ, അതെല്ലാം പകർത്തി തോട്ടത്തിൽ അങ്ങനെ അല്ലെങ്കിൽ ഒഴിഞ്ഞു വീഴുന്ന ഒന്നാണ്, നാളേക്ക് അതിൻ്റെ ആയുസ് കുറവാണ്, പക്ഷെ അതിനെ അനശ്വരമാക്കണം എന്ന് കരുതുന്ന ഒരു ഫോട്ടോഗ്രാഫർ സ്വരാജിലുണ്ടാവും. അതൊന്ന് പറഞ്ഞാൽ. അത് മറ്റേ ഫോട്ടോഗ്രാഫി എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ആ ക്യാമറകളെല്ലാം ഞാൻ ഉപയോഗിച്ച ക്യാമറകളല്ല. ഒരു ഫോട്ടോഗ്രാഫറായ ഒരു സ്നേഹിതൻ എനിക്കുണ്ട്, റിയാസുദ്ദീൻ ഐസക് എന്ന് പറയും. അദ്ദേഹം സ്റ്റുഡിയോ ഒക്കെ നടത്തുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ചില ക്യാമറകൾ അതിലുണ്ട്. പിന്നെ ഞാനിങ്ങനെ ക്യാമറകളോട് താല്പര്യമുള്ള ഒരാളും അതൊക്കെ എടുത്തു വയ്ക്കുന്ന ഒരാളാണ് എന്ന് അറിയുന്ന എൻ്റെ മറ്റ് ചില സുഹൃത്തുക്കളുടെ ക്യാമറയുണ്ട്, ഞാൻ ഉപയോഗിച്ച ക്യാമറയുണ്ട്. അതിൽ ഞാനിപ്പോഴും ഓർക്കുന്നു, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ അച്ഛൻ വാങ്ങി തന്നൊരു ക്യാമറയുണ്ട്. അത് പഴയ സോവിയറ്റ് യൂണിയനിൽ നിർമ്മിച്ചൊരു ക്യാമറയാണ്, ഫിലിമൊക്കെ ഉപയോഗിക്കുന്നത്. വിലിയ എന്നാണ് ആ ക്യാമറയുടെ പേര്. ഞാൻ വേറെ ആരുടെയെങ്കിലും കണ്ടിട്ടില്ല ആ ക്യാമറ. അത് ആ ശേഖരത്തിലുണ്ട്. അതിപ്പോഴും പ്രവർത്തനക്ഷമമാണ്, പക്ഷേ ഫിലിം ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുന്നതാണെന്നുള്ളത്. അന്നൊക്കെ 36 ഫോട്ടോ എടുക്കുന്ന ഒരു റോൾ ഫിലിം. ഞാൻ വിലിയ ഉപയോഗിക്കുമ്പോൾ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിനുശേഷം കുറേ കാലം അത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇതേപോലെ തന്നെ പൂക്കളുടെ അന്നത്തെ എടുത്ത ചിത്രങ്ങളൊക്കെ നെഗറ്റീവൊക്കെ ചിലത് കയ്യിലുണ്ട്, മറ്റത് പ്രിൻ്റൊക്കെ കുറേ നശിച്ചു പോയി. പിന്നീട് ഒരു ഡിജിറ്റൽ യുഗത്തിലേക്ക് കടന്നു കഴിയുമ്പോഴാണല്ലോ ഇപ്പോൾ ഫോട്ടോഗ്രാഫിയുടെ ഒരു ധാരാളിത്തമൊക്കെ വന്നത്. മൊബൈലിൽ ഒരുപാട് ഫോട്ടോസൊക്കെ ഇപ്പോഴും ഉണ്ടാവും അല്ലേ, എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ. ഞാൻ മറ്റേ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരു അക്കൗണ്ട് ഉണ്ട്, അധികം ആർക്കും അറിയില്ല, ഞാനത് അധികം ആരോടും പറഞ്ഞിട്ടില്ല. ആ അക്കൗണ്ടിൽ പൂക്കൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ എന്താണ് ഇൻസ്റ്റയുടെ അഡ്രസ്സ്? എന്താണ്
സ്വരാജ് CPM അങ്ങനെ തന്നെയാണ്. പക്ഷെ അധികം പേർക്ക് അറിയില്ല, ഞാനത് അങ്ങനെ പ്രചരിപ്പിച്ചിട്ടില്ല. ഇതോടുകൂടി പ്രചരിക്കും. അതിൽ പൂക്കൾ മാത്രമാണ്, വേറെ ഒന്നും അതിലില്ല. അപ്പോൾ ഞാൻ ഓരോ സ്ഥലത്തും നമ്മളിങ്ങനെ ആകർഷകമായ പൂക്കൾ, എല്ലാ പൂക്കളും ആകർഷകമാണ്. അങ്ങനെ കാണുമ്പോൾ ഞാൻ ഫോൺ കൊണ്ട് എടുക്കാറുണ്ട്. ഇപ്പോൾ ക്യാമറ അല്ല, ഫോണാണ് ഉപയോഗിക്കുന്നത്, സൗകര്യം. ഞാനിങ്ങനെ അത് അങ്ങനെ ആ ഫോട്ടോ എടുത്തിട്ട് ഞാൻ അപ്പോൾ കുറേ പൂക്കൾ, അപ്പോൾ അതിൽ ഓരോ ദിവസം ഓരോ പൂവ് ഞാൻ പോസ്റ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ 1000 ദിവസങ്ങൾ 1000 പൂക്കൾ ഇൻസ്റ്റാഗ്രാമിലോ? അതെ അതെ അതെ, അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് എവിടെ നിന്നാണ് എടുത്തതെന്നും അതൊരു കൗതുകം, എന്നാണ് എടുത്തതെന്നും ആ ഡേറ്റും സ്ഥലവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് പൂവിന്റെ പേരും. ഇപ്പോഴല്ല, ഒരു വർഷം മുമ്പ് നിർത്തി, 1000 ആയപ്പോൾ തൽക്കാലം നിർത്തി. ഇനിയിപ്പോൾ തുടങ്ങും, കൂടുതൽ പൂക്കൾ കിട്ടും. വിചിത്രമായ ഒരു കാര്യമാണ്. മനോഹരമായ ചിത്രം ഇതാണല്ലേ അത്? അതെ അതെ, അത് ഓരോ ദിവസം ഓരോ പൂ. ഇതാണ് 1000 ദിവസമാണത്. 1000 ദിവസം വെച്ചാൽ ഓരോ ദിവസവുമല്ല, അത് ചിലപ്പോൾ ഇന്നെടുത്ത് അതെ, അങ്ങനെ ആയിരിക്കും, അങ്ങനെ ആയിരിക്കും. അതെ അതെ അതെ, അത് എന്നെടുത്തതാണെന്ന് വർഷം അതിൽ കൊടുക്കുന്നുണ്ട്, ഏത് വർഷം എടുത്ത പൂവാണ്. ഇത് കണ്ടപ്പോഴാണ് പൊതുവെ ഫോട്ടോഗ്രാഫർമാരുടെ ഒരു കൗതുകമാണ് ഇതൊക്കെ. ഇപ്പോൾ 9ാം ക്ലാസ്സിൽ നിന്ന് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത ഒരാൾ ഫോട്ടോഗ്രാഫറായിട്ട് മാറുകയാണ്. ഞങ്ങൾക്ക് വലിയൊരു ഫോട്ടോഗ്രാഫറെയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തോട് നഷ്ടപ്പെട്ടത്. അങ്ങനെ ഫോട്ടോഗ്രാഫറായി തീരണം എന്നൊക്കെയുള്ള ആഗ്രഹം ഉണ്ടായിരിക്കില്ല അന്നിപ്പോൾ? ഞാൻ സത്യത്തിൽ ആരെങ്കിലും ഒന്ന് ആയിത്തീരണം എന്നുള്ളൊരു ആഗ്രഹം എന്നെ സ്വാധീനിച്ചിട്ടേ ഇല്ല. വളരെ ചെറിയ പ്രായത്തിൽ 1ലോ 2ലോ ഒക്കെ പഠിക്കുമ്പോൾ ചിലപ്പോൾ പല ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അത് നമ്മളെ സ്വാധീനിക്കുക എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു വിമാനം കാണുമ്പോൾ പൈലറ്റ് ആണെന്ന് തോന്നാം, ഒരു കാറ് കണ്ടാൽ ഡ്രൈവർ ആകണം തോന്നാം. അത് കൗതുകങ്ങൾ മാത്രമാണ്. അതല്ലാതെ ഒരു അല്പം മുതിർന്നതിന് ശേഷം എനിക്ക് ജീവിതത്തിൽ അങ്ങനെ ഒരു ലക്ഷ്യം എന്നെ സ്വാധീനിച്ചിട്ടേ ഇല്ല. ഇന്ന ആളാവണം എന്നത് എന്നെ സ്വാധീനിച്ചിട്ടേ ഇല്ല. ഇപ്പോഴും എനിക്കങ്ങനെ ഒരു ലക്ഷ്യമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഫോട്ടോഗ്രാഫർ ആകണം എന്നൊന്നുമുള്ള ഒരു ജീവിത ലക്ഷ്യമായി ഞാനങ്ങനെ കണ്ടിട്ടില്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഈ ഫോട്ടോഗ്രാഫിയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മളിപ്പോൾ സ്വരാജ് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടന, അതിൻ്റെ ഒരു ഏറ്റവും ആന്തരികമായിട്ടൊരു ആഹ്ലാദമായി കൊണ്ടു നടക്കുന്നത് ചില പാട്ടുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ അലൂഷി പാടി നടക്കുന്ന 100 പൂക്കളെ അല്ലേ? അപ്പോഴൊക്കെ എങ്ങനെയാണ് ആ പൂക്കളുമായി ബന്ധപ്പെട്ട പാട്ടുകളൊക്കെ നിരീക്ഷിച്ചിട്ടുണ്ടാവില്ലേ? സ്വാഭാവികമായിട്ട് മനസ്സിലേക്ക് കടന്നു വരുന്നതേ ഉള്ളൂ. ഞാൻ പ്രത്യേകമായിട്ട് അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തി. ഈ പുസ്തകത്തിൽ ചില കവിതകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഫാൻഡേഴ്സ് ഫീൽഡിനെ കുറിച്ച്, സിക്രോസിനെ കുറിച്ച്, അതുപോലെ ഡാഫോഡിൽസ് നമ്മൾ പഠിച്ചത്, അങ്ങനെയൊക്കെയുള്ള മറ്റേ തീർച്ചയായിട്ടും സൂര്യകാന്തിയുടെ ശങ്കർ ഗ്രൂപ്പിന്റെ മാമ്പൂവിന് കൂടി വരുന്നതാണ്. മാവിനെ കുറിച്ച് പറയുമ്പോൾ ചരിത്രത്തിലൊരു കൗതുകം എന്ന നിലയ്ക്ക് അത് യാദൃശ്യമായിട്ട് ഞാൻ വായിച്ചത്. എനിക്ക് അറിയുമായിരുന്നില്ല അങ്ങനെ ഒരു കഥ. വായിച്ചപ്പോൾ എനിക്ക് കൗതുകം തോന്നി, ഇതിൽ എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പാട്ടുകൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ ഞാനങ്ങനെ ഒരു മികച്ച സംഗീതാസ്വാദകനൊന്നും അല്ല എന്നാണ് എൻ്റെ വിലയിരുത്തൽ. പക്ഷേ അലോഷിയുടെ പാട്ടുകളെല്ലാം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, എനിക്ക് ഇഷ്ടവുമാണ്. അലോഷിയും ഇഷ്ടമുള്ള ആളാണ്. ഇപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ്, അതായത് മലപ്പുറത്ത് നിന്ന് ഒരു ഗ്രാമപ്രദേശം, അത് അതുപോലെ തന്നെ ഉണ്ട് അതിൻ്റെ ഒരു പ്രകൃതി സൗന്ദര്യത്താൽ. പക്ഷെ സ്വരാജ് ഇപ്പോൾ എറണാകുളത്ത് വൻ നഗരത്തിലെ ഒരു ഫ്ലാറ്റിലാണെന്നാണ് എൻ്റെ തോന്നൽ. അപ്പോൾ ഫ്ലാറ്റിൽ ഒരു ചെടി നടുന്നതിനെക്കുറിച്ച് സുസ്മേഷ് ചന്ദ്രോത്തിൻ്റെ ഒരു കഥയുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഈ ഫ്ലാറ്റ് പൂക്കളാൽ എങ്ങനെയാണ് അത്? അങ്ങനെയില്ല, പൂക്കൾ ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്. ഭാര്യ നട്ടൊരു ചെമ്പരത്തി ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ ഫ്ലാറ്റിൽ ഇല്ല, അവിടെ ഉള്ള സൗകര്യങ്ങളും കുറവാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ എവിടെ പൂക്കൾ വിടർന്നു നിന്നാലും അത് നമ്മുടേതും കൂടിയാണ്. നമ്മൾ തന്നെ നട്ട് നനച്ച് പരിപാലിച്ച് കൊള്ളണമെന്നില്ല. പിന്നെ എപ്പോഴും യാത്രയൊക്കെ ആയിരിക്കുമല്ലോ, അങ്ങനെ നമുക്ക് പരിപാലിക്കുന്നതിനൊക്കെ ഉള്ളൊരു പരിമിതിയുണ്ട്. എന്നാലും ഉണ്ട്, പേരിനുണ്ട് എന്ന് മാത്രം. ഈ പൂക്കളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് സ്വരാജിന്റെ അടുത്ത പുസ്തകം വന്നത്, മരണം കാത്ത് ദൈവങ്ങൾ എന്ന പുസ്തകം. അത് ഈ ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ്. ഈ പുസ്തകം തുറന്ന് പിടിക്കുമ്പോൾ ഇതിനകത്തും റൂമിയുടെ അല്ലെ ഒരു വാക്ക്, അതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് പങ്കുവച്ചത്. അതായത് നിങ്ങൾ ശബ്ദങ്ങളല്ല, വാക്കുകളാണ് അല്ലെ ആഴത്തിലുള്ള, അതായത് മഴയാണ് പൂക്കളെ എന്താ പറയുക വിടർത്തുന്നത് എന്നോ അല്ലെങ്കിൽ വളർത്തുന്നത് എന്നോ, ഇടിമിന്നലല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത്രയും സൗമ്യനായ ഒരാളുടെ ഒരു ആലോചനയ്ക്ക് പുറത്തായിരിക്കും സ്വാഭാവികമായിട്ട് തൻ്റെ പുസ്തകത്തിന് ഏറ്റവും സൗമ്യമായ ഒരു അനുഭവമാണ് മഴയുടെ അനുഭവം. പക്ഷെ നമ്മൾ സ്വരാജ് എന്ന് കേൾക്കുമ്പോൾ ഒരു തീപ്പൊരിയാണ് ഓർമ്മ വരിക. അപ്പോൾ അതായത് ഇങ്ങനെ ഒരു തീപ്പൊരി, ഇങ്ങനെ സൗമ്യമായ ഭാവങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന അതിൻ്റെ ഒരു വൈരുദ്ധ്യം ഉണ്ടാവില്ല, ആളുകൾക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല? ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് കേൾക്കുന്നതേ കൗതുകമായിരിക്കും. അതിൽ എൻ്റെ അഭിപ്രായം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോഴും
മുൻവിധികളാണ് മനുഷ്യരെ പലപ്പോഴും നയിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പരമാവധി മുൻവിധികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കാണുന്ന ഒരു പ്രവണത എല്ലാ കാലത്തും ഉള്ളതായിരിക്കും. ആളുകളെ പെട്ടെന്ന് നമ്മൾ തീർപ്പ് കൽപ്പിക്കും, ഇന്നയാൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ മറ്റൊരാൾ. സത്യത്തിൽ ഏറ്റവും വലിയൊരു വിഡ്ഢിത്തമാണത്. ഒരാളെ നമുക്ക് മാർക്കിടാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരാൾ എങ്ങനെയാണെന്ന് നമുക്ക് പെട്ടെന്ന് ഒരു നിഗമനത്തിലെത്താൻ പറ്റില്ല. കാരണം ഒരാൾ പറയുന്ന ഒരു വാചകം, ഒരു അഭിപ്രായം, ഒരു വിഷയത്തിൽ സ്വീകരിച്ച നിലപാട്, അതിനെയൊക്കെയാണ് നമ്മൾ ചിലപ്പോൾ വിലയിരുത്തുന്നത്. പക്ഷെ ആ നിലപാട് മാത്രമല്ല അയാൾ, അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ പറഞ്ഞ അഭിപ്രായം മാത്രമല്ല അയാൾ, ഒരു വാക്ക് മാത്രമല്ല അയാൾ ഒരുപാട് വിഷയങ്ങളിൽ പല പല നിലപാടെടുത്തിട്ടുണ്ടാവും. അതിൽ ചിലത് നമുക്ക് സ്വീകാര്യമായിരിക്കും, ചിലത് അസ്വീകാര്യമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് മുഖങ്ങൾ ചേരുന്നതാണ് ഒരു മനുഷ്യൻ. പക്ഷെ നിർഭാഗ്യവശാൽ പലപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിലാണ് ഒരാളെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. അത് ഒരു മനുഷ്യനെ വിലയിരുത്തുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരമാണ്. ചിലപ്പോൾ ഒരു ആയുഷ്കാലം മതിയാവില്ല ഒരു മനുഷ്യനെ നമുക്ക് തിരിച്ചറിയാനും വിലയിരുത്താനും. എന്നാൽ ചില ആളുകൾ പെട്ടെന്നൊരു വാക്കുകൊണ്ട് ഒരു മനുഷ്യനെ വിലയിരുത്തി കളയും. നമുക്ക് സ്വയം അങ്ങനെ തന്നെയാണ്, ഞാൻ ആരാണ് ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിലായിരിക്കും. അതൊക്കെ വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് പക്ഷെ പലതരത്തിലാണ് നമുക്ക് ചുറ്റുമുള്ള ആളുകൾ. ഓരോരുത്തരും അവരവരുടേതായ പാതകളിലൂടെ യാത്ര ചെയ്യുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഇതിനകത്ത് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് പോരാട്ടം, തീപ്പൊരി എന്നൊക്കെ ഞാൻ പറയുമ്പോൾ, ഇപ്പോൾ പൂക്കളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. എപ്പോഴും മരണവുമായി ബന്ധപ്പെട്ട് ഉള്ള ഓർമ്മകൾ, അതിൻ്റെ ആചാരങ്ങൾ ഒക്കെ പൂക്കളുമായി ബന്ധപ്പെട്ട് കൂടിയാണ്. ഇതിനകത്ത് പോപ്പിപ്പൂവിനെ കുറിച്ച് പറയുന്നുണ്ട്. യുദ്ധത്തിൽ മരിച്ച ആളുകൾ അല്ലേ, നമ്മൾ കൊല്ലുമ്പോൾ അത് രാഷ്ട്രമാണ് കൊല്ലുന്നതെങ്കിൽ വലിയ വിജയമായി തീരുമ്പോൾ വലിയ സിംഹാസനങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. പക്ഷെ വ്യക്തികൾ കൊല്ലുമ്പോൾ അത് വലിയൊരു കുറ്റകരമായ ഒന്നായിത്തീരുന്നു. രാഷ്ട്രത്തിൻ്റെതാകുമ്പോൾ അത് കുറ്റമല്ലാതായി മാറുന്നു. ആ അധ്യായം അവസാനിപ്പിച്ചത് ഒരു വളരെ കാവ്യാത്മകമായ ചില പ്രയോഗങ്ങളാലാണ്. കാരണം ആ പോപ്പിപ്പൂവ് പറിച്ചിട്ടാണ് നമ്മൾ യുദ്ധസ്മാരകങ്ങളിലും കൊല്ലപ്പെട്ട മനുഷ്യരുടെ ശവകുടീരങ്ങളിലും കൊണ്ടുപോയിരിക്കുന്നത്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാതിരിക്കട്ടെ, അത് ചെടിയിൽ തന്നെ ഉണ്ടാകട്ടെ എന്ന്, ചെടിയിൽ തന്നെ അവസാനിക്കട്ടെ എന്ന് പറയുന്നത് ഏറ്റവും, അതായത് മനോഹരമായ ഈ പറയുന്നത് പോലെ എല്ലാ അല്ലെ സംഗീതം പോലെ ആസ്വദിക്കണം എന്ന് കരുതുന്ന മനുഷ്യന്മാർ അല്ലെ, മറ്റുള്ളവരെ അപരൻ എന്ന് പോലുമില്ല അല്ലെ നമ്മൾ ചേർത്ത് പിടിക്കുന്ന അങ്ങനെ എഴുതിയ ഒരാൾ. അപ്പോൾ നമ്മൾ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരുപാട് കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്, രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഈ പൂക്കളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിത്തീരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ എഴുതുന്ന ആൾ നാളെ രാഷ്ട്രീയ കൊലപാതകം നടക്കുമ്പോഴൊക്കെ എങ്ങനെയാണ് അത്തരം ഫീലിങ്സൊക്കെ, ഇങ്ങനെ സൗമ്യനായ ഒരു സ്വരാജുണ്ട്, അയാൾ എങ്ങനെയാണ് അതൊക്കെ ഉൾക്കൊള്ളുന്നത്? ഒരു കവിയായ സ്വരാജുണ്ട്. ഇല്ല, ഞാനതിൽ ഈ ഇപ്പോൾ യുദ്ധത്തിൻ്റെ അത്ര ഭ്രാന്തുള്ള ഒരു കാര്യം വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. യുദ്ധങ്ങളുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അതിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം, ആ സംഖ്യ നമ്മളെ വിഷമിപ്പിക്കും. ഇതിൽ തന്നെ ഇപ്പോൾ സം യുദ്ധം, ബാറ്റിൽ ഓഫ് സം എന്ന് പറഞ്ഞിട്ട് ഒരു യുദ്ധമുണ്ട്. സം നദി, ഒരു നദിയുടെ തീരത്ത് ജർമ്മനിയും ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ ഏർപ്പെട്ടൊരു യുദ്ധം. 10,000-കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ട ഒരു യുദ്ധമാണ്. അതിൻ്റെ സ്മാരകത്തിന് വേണ്ടി ഇറക്കിയ ഒരു സ്റ്റാമ്പിൽ പോപ്പി പൂവുണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് ഞാൻ ആ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. അപ്പോൾ ലോകത്തിൽ നാളിതുവരെയുള്ള യുദ്ധങ്ങളുടെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ എത്ര കോടി മനുഷ്യരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. കൂടുതൽ കൊലപാതകങ്ങൾ നടത്തുന്നവർ വിജയികളാവുന്ന ഒന്നാണ് യുദ്ധം. സത്യത്തിൽ യുദ്ധത്തിൽ ആരും വിജയിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിരർത്ഥകമായ ഹത്യകളാണ്, കൊലപാതകങ്ങളാണ്, വേദനകൾ മാത്രം ബാക്കി വെക്കുന്ന ലോകമാണ്. അപ്പോൾ അത് പക്ഷേ ഇപ്പോൾ യുദ്ധം എന്ന് പറയുന്നത് സ്ഥാപനവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. സൈന്യം എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യം. ലോകത്തിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങൾക്കും സൈന്യമുണ്ട്. സൈന്യത്തിന് ഏറ്റവും ആധുനികമായ ആയുധങ്ങളുണ്ട്. അമേരിക്ക, ഇസ്രായേലൊക്കെ നിലനിൽക്കുന്ന തന്നെ ആയുധ വ്യവസായത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളെ ചിലപ്പോൾ വല്ലാതെ അലോസരപ്പെടുത്തുന്ന വസ്തുതകളാണ്. അതൊക്കെ അങ്ങനെ നിൽക്കുന്നൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ചാണ് പിന്നീട് ചോദ്യം. രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കേരളത്തിലെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അതിൽ ഇപ്പോൾ പലരും അമൂർത്തമായിട്ടാണ് വിലയിരുത്തുക, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള നിഗമനങ്ങളാണ് അവതരിപ്പിക്കുന്നത്. കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം എടുത്താൽ, അതിനു മുമ്പുള്ള ബ്രിട്ടീഷ് കാലഘട്ടമാണ്. ഏകപക്ഷീയമായ കൊലപാതകങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഇപ്പോൾ മൊയ്യാരത്ത് ശങ്കരൻ, സേലം വെടിവെപ്പ്, ഇതൊക്കെ സ്വാതന്ത്ര്യത്തിന് ശേഷമാണ്. അപ്പോൾ സർദാർ ഗോപാലകൃഷ്ണൻ, ഇതൊക്കെ ആ കാലഘട്ടത്തിലുള്ളതാണ്. അങ്ങനെ വേട്ടയാടലായിരുന്നു. എൻ്റെ നീണ്ടൊരു ചരിത്രമുണ്ട്. ഞാനതിപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് പറയുന്നില്ല. സ്വാഭാവികമായിട്ടൊരു ഘട്ടം കഴിയുമ്പോൾ തിരിച്ചടി വരും. അതൊരു പ്രകൃതി നിയമമാണ്. മർദ്ദനം ചെറുത്തുനിൽപ്പിന് പിറവിയേകും എന്ന് പറയാറുണ്ട്.
യുദ്ധങ്ങളുടെ കാര്യത്തിലും അതുണ്ട്. ഇപ്പോൾ ഒരു രാഷ്ട്രം ഏകപക്ഷീയമായിട്ട് യുദ്ധം തുടങ്ങിയാൽ ആക്രമിക്കപ്പെടുന്ന രാജ്യത്തിൻ്റെ മുന്നിൽ രണ്ട് വഴിയേ ഉള്ളൂ. ഒന്നും കീഴടങ്ങി കൊടുക്കുക, അല്ലെങ്കിൽ പൊരുതി നിൽക്കുക എന്നുള്ളതാണ്. അതൊരു വലിയ പ്രശ്നമാണ് നിൽക്കുന്നത്. അപ്പോൾ ആക്രമണം നിരന്തരം വരുന്നു, അപ്പോൾ അതിന് തിരിച്ചടി വരുന്നു. അവിടെയും മനുഷ്യരാണ് കൊല്ലപ്പെടുന്നത്, നമ്മളെല്ലാം വേദനിപ്പിക്കുന്നതാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു കൊലപാതകം, ഒരു രാഷ്ട്രീയ കൊലപാതകം നടന്നപ്പോൾ അതിൽ പ്രതികളായി ഞങ്ങളോടൊപ്പമുള്ള ചിലർ വന്നു. അപ്പം അന്ന് നിയമസഭയിൽ ഞാൻ സംസാരിച്ച നിയമസഭാ രേഖയിലുണ്ട്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിയമസഭയിൽ, ഈ കേസിലെ പ്രതികൾ ചിലർ ഞങ്ങളിൽ പെട്ടവരാണെന്നത് അഭിമാനമുള്ള കാര്യമല്ല, കുനിഞ്ഞ ശിരസ്സുമായിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് ഏത് കൊലപാതകത്തെ സംബന്ധിച്ചും നിലപാടതാണ്. മനുഷ്യനെ ചൂഷണം ചെയ്യാത്ത ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ് ശരിക്കും കമ്മ്യൂണിസ്റ്റുകാർ സ്വപ്നം കാണുന്നത്. അപ്പോൾ പിന്നെ കൊല്ലുന്ന കാര്യം ചിന്തിക്കുകയേ വേണ്ട. ഇപ്പം നിയമസഭക്കകത്ത് പറഞ്ഞ വാക്യം ശിരസ് കുനിക്കുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു അസംബന്ധത്തെ സൂചിപ്പിക്കാൻ ആളുകൾ പറയാറുള്ളത് ചാനൽ ചർച്ച പോലെ എന്ന് പറയാറുണ്ട്. പക്ഷേ സ്വരാജുള്ള ചാനൽ ചർച്ചയെക്കുറിച്ച് ആളുകൾ അങ്ങനെ പറയാറില്ല. അതായത് തങ്ങളുടെ രാഷ്ട്രീയം വിശദമാക്കാൻ വേണ്ടിയിട്ട്, തങ്ങളുടെ പക്ഷം വിശദമാക്കാൻ വേണ്ടി വരുന്ന രാഷ്ട്രീയ പ്രവർത്തകരാണ് ചാനൽ ചർച്ച പോലെ എന്ന വാക്യത്തിന് ഉത്തരവാദി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ സ്വരാജിനെ പോലെ ഒരാൾ വരുമ്പോൾ അതൊരു ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ ചർച്ചയായി മാറുന്നു, വാക്കുകൾ കൃത്യമായി ഉപയോഗിക്കുന്നു, അതൊരസംബന്ധ നാടകമല്ല എന്ന്. അതായത് രാഷ്ട്രീയ ചർച്ച നടത്താൻ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകൾ ആ വാക്കുകൾ, വായന എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ആ വായനയുടെ ബലത്തിലാണ് സ്വരാജ് ആ ഒരു ഇരിപ്പിടത്തിലേക്ക് ആ നിലയിൽ ആദരിക്കപ്പെടുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് രാഷ്ട്രീയ പ്രവർത്തനവും വായനയും ഈ ഒരു ചർച്ചയും ഒക്കെ ചേർത്ത് വെച്ച് ആലോചിച്ചാൽ എന്താ തോന്നുന്നത്? ഈ വാക്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവല്ലോ, ചാനൽ ചർച്ച. അതെ, തീർച്ചയായിട്ടും. ഞാനിപ്പോൾ അങ്ങനെ ചാനൽ ചർച്ചയിൽ പോവാറില്ല. വളരെ അപൂർവമായിട്ടാണ്, വളരെ അപൂർവമായി മാത്രം പോകുന്ന ഒരാളാണ്. പോകാതായത് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടുകൂടിയാണ്. അതായത് അങ്ങേയറ്റം അസംബന്ധവും ബഹളവും ആക്രമണോത്സവവും ഒക്കെ ആയിട്ട് ഒന്നും ഉൽപ്പാദിപ്പിക്കാത്ത ഒന്നായി ചാനൽ ചർച്ചകൾ മാറുന്നു, ആർക്കൊരു ഗുണവും ചെയ്യാത്തതായി മാറും. അങ്ങനെ കൊണ്ടു നടക്കാനാണ് അവർക്കും ഇഷ്ടം തോന്നുന്നു, ചാനലുകാർക്കും ഇഷ്ടം എന്ന് തോന്നുന്നു. ഈ അടുത്തൊരു ദിവസം ഒരു തമാശ ആരോ പറഞ്ഞു, അതായത് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാണ്ട് രണ്ട് പാർട്ടിയിൽപ്പെട്ടു. അപ്പോൾ അതിലൊരു പ്രതിനിധി ചർച്ചയ്ക്കിടയിൽ മറ്റേ പ്രതിനിധിയെ സുഹൃത്തെ, അപ്പോൾ അദ്ദേഹം പൊട്ടിത്തെറിച്ചു, നിങ്ങളെ സുഹൃത്തല്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇങ്ങനെ ആലോചിക്കാൻ, 1942 മഹാത്മാഗാന്ധി ഹിറ്റ്ലർക്കൊരു കത്ത് എഴുതുന്നുണ്ട്. അപ്പോൾ അത്ഭുതകരമാണ്, ഗാന്ധിജി ഹിറ്റ്ലർക്ക് കത്തെഴുതിയെന്ന് പറഞ്ഞു. പക്ഷെ കത്ത് വായിക്കേണ്ടതാണ്. ആ കത്ത് ആരംഭിക്കുന്നത് എങ്ങനെയാണ്? പ്രിയ സുഹൃത്തെ എന്ന് പറഞ്ഞിട്ടാണ്. ഗാന്ധിജി ഹിറ്റ്ലറെ അഭിസംബോധന ചെയ്തത് സുഹൃത്തെ എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ആ കത്തിൽ, ഞാൻ ഔപചാരികതയ്ക്ക് വേണ്ടി അഭിസംബോധന ചെയ്യുന്നതല്ല, ലോകത്തിലെ സകല മനുഷ്യരും എൻ്റെ സുഹൃത്തുക്കളാണ് എന്ന് പറഞ്ഞു. ആര്? ഗാന്ധിജി. പക്ഷേ ഗാന്ധിജിയുടെ പൈതൃകമൊക്കെ അവകാശപ്പെടുന്ന ഒരാൾ ആക്രോശിക്കുകയാണ്, എൻ്റെ സുഹൃത്തെന്ന് വിളിക്കാൻ പാടില്ല. അപ്പം ഞാൻ പറയുന്നത്, വെറും വേഷം കെട്ടലുകളും ആക്രോശങ്ങളും ആക്രമണോത്സുകമായ പോർവിളികളും അസംബന്ധങ്ങളും വിഡ്ഢിത്തവും കളവ് പറയലും ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് ഈ ചാനൽ ചർച്ചകൾ. അത് എല്ലാവരും അതിന് ഉത്തരവാദികളാണ്. ഒന്നാമത്തെ ഉത്തരവാദി ചാനലുകളാണ്. ഇതിനൊക്കെയാണ് മാർക്കറ്റ്. അങ്ങനെ കൂടി നമ്മുടെ ലോകം മാറുന്നുണ്ട്. പക്ഷേ ഞാൻ ചാനൽ ചർച്ചകളിൽ നിന്ന് ഇനി അങ്ങനെ പോകണ്ട എന്ന് തീരുമാനിക്കാൻ കാരണം, അല്ലെങ്കിൽ ആരോഗ്യകരമായ ഒരു ചർച്ച ആണ് നടക്കുക എന്ന് തോന്നിയാൽ മാത്രം പോയാൽ മതി എന്ന് തീരുമാനിക്കാൻ കാരണം, ഈ അവതാരകനും കൂടെ ഉള്ള ആളുകളുമെല്ലാം അങ്ങേയറ്റം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള പ്രകടനം നടത്തുമ്പോൾ നമ്മളും അങ്ങനെ ആവാൻ നിർബന്ധിക്കപ്പെടും. നമ്മൾ ആഗ്രഹിക്കുന്നില്ല, അത് ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ആഗ്രഹിക്കാതെ തന്നെ ചിലപ്പോൾ അതിന് അങ്ങനെ പറഞ്ഞു പോകും. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് തോന്നും നമ്മളങ്ങനെ വേണ്ടിയിരുന്നില്ല, നമ്മളങ്ങനെ അല്ലല്ലോ പറയേണ്ടതെന്ന് തോന്നും. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു പ്രശ്നം. എപ്പോഴും ഒരു ആരോഗ്യകരമായ സംവാദത്തിൽ നിന്ന് മാത്രമേ നമ്മുടെ സമൂഹത്തിന് എന്തെങ്കിലും ലഭിക്കൂ, സംവാദത്തിൽ പങ്കെടുക്കുന്നവർക്കും. ഇപ്പം ഞാനൊരു സംവാദത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം എനിക്കറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ അതിൽ നിന്ന് എനിക്ക് ലഭിക്കും എന്നതാണ്. ഒന്നും ലഭിക്കുന്നില്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ സംവാദത്തിന് അർത്ഥമില്ല. ഇപ്പോൾ സ്വരാജ് ഒരു ചാനൽ ചർച്ചയിലും പൊതു ഇടങ്ങളിലെ പ്രസംഗങ്ങളിലൊക്കെ വരുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് സ്വരാജ് പ്രസംഗിച്ച പ്രസംഗം പോലും ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. കാണുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ പുതിയതെന്തെങ്കിലും കേൾക്കാമല്ലോ എന്ന്. പുതിയതെന്തെങ്കിലും കേൾക്കാൻ അവർക്ക് അവസരമുണ്ടാകുന്നത് ഏകാന്തമായ വായന എന്ന പ്രവൃത്തിയായിരിക്കും. സ്വരാജിൻ്റെ ഒരു വായനാ രീതിയും
അതിൻ്റെ ഇത്രയും തിരക്ക് പിടിച്ച ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ ഈ വായന ക്രമീകരിക്കുന്നത്, ആ ഓർമ്മകൾ എപ്പോഴും ഉണ്ടായിത്തീരുന്ന ഒരുപക്ഷെ ഡയറിയിലെ കുറിപ്പെടുത്ത് വെക്കുക, അങ്ങനെ ആ ഒരു രീതി എങ്ങനെയാണ്? ഒന്നാമത്തെ കാര്യം, ഞാൻ മെച്ചപ്പെട്ടൊരു വായനക്കാരനാണെന്ന് ഞാൻ എവിടെയും അവകാശപ്പെട്ടിട്ടില്ല. അങ്ങനെ മേനി നടിക്കുന്ന ഒരാളല്ല ഞാൻ സത്യത്തിൽ. പക്ഷെ കുറേ പേര് കളിയാക്കാറും ആക്ഷേപിക്കാറുമുണ്ട്, പ്രത്യേകിച്ച് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം. അതിൻ്റെ ഒരു കാരണം, ആ സമയത്തൊരു ചാനൽ ചർച്ചയിൽ ഞാൻ പിന്നീട് മനസ്സിലാക്കിയതാണ്. മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ്, അദ്ദേഹം ആ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് എന്നെക്കുറിച്ച് കുറേ നല്ല വാക്കുകൾ പറഞ്ഞു. അത് ആളുകൾക്ക് വലിയ അത്ഭുതകരമായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു അത്രേ, ഇങ്ങനെ വലിയ പരന്ന വായനയുള്ള ആളാണ്, അങ്ങനെയാണെന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞു. അപ്രതീക്ഷിതമാണ് അങ്ങനെ ഒരു കേരളത്തിലെ സാഹചര്യം വെച്ചിട്ട്. പക്ഷെ അതുകൊണ്ടാവാം അത് ഒരുപാട് പേരെ പ്രകോപിപ്പിച്ചു. അപ്പോൾ അവർ ഭയങ്കര ആക്ഷേപിച്ച് ഇങ്ങനെ ഒരു വായനക്കാരനൊന്നും അല്ല. ഞാൻ ഒരിക്കലും അവകാശപ്പെട്ടിട്ടുള്ള കാര്യമല്ല. എന്നെ അതിശയപ്പെടുത്തിയൊരു കാര്യം, അങ്ങനെയുള്ള ആ സമയത്ത് ബഹുമാന്യനായ കൽപ്പറ്റ നാരായണൻ മാഷ് ഒരു പ്രസ്താവന ഇറക്കി, വായന കൊണ്ട് എന്ത് കാര്യം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കൽപ്പറ്റ നാരായണൻ മാഷെ, അദ്ദേഹം ഇപ്പോൾ എത്തി നിൽക്കുന്ന രാഷ്ട്രീയ പ്രതലം ഇത്രമാത്രം മറ്റേ എന്താ പറയുക, ദുരന്താവസ്ഥയിൽ എത്തിച്ചു എന്ന് മാത്രമേ അതുകൊണ്ട് പറയാൻ പറ്റൂ. അപ്പോൾ ഞാൻ അതിലേക്ക് ഇനി കൂടുതൽ പോകുന്നില്ല. പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു മികച്ച വായനക്കാരനാണെന്ന് എന്നെക്കുറിച്ച് എനിക്ക് തോന്നിയിട്ടില്ല, ഞാൻ അവകാശപ്പെട്ടിട്ടുമില്ല. സ്വയം ഞാൻ വിലയിരുത്തുന്നത്, ആഗ്രഹിക്കുന്നതിൻ്റെ 100-1 പോലും വായിക്കാൻ കഴിയാതെ പോകുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ദുഃഖം മാത്രമേ എനിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വായിക്കാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ഒരു ചെറിയ അംശം പോലും നമുക്ക് വായിക്കാൻ കഴിയുന്നില്ല. അതൊരു വിഷമമാണ് സത്യത്തിൽ. ഞാൻ വായിക്കാൻ ശ്രമിക്കാറ് പലപ്പോഴും യാത്രക്കിടയിലും മറ്റും. ഞാൻ ട്രെയിനാണ് അധികവും യാത്രയ്ക്ക് ഞാൻ തിരഞ്ഞെടുക്കാറുള്ളത്. അപ്പോൾ ട്രെയിൻ യാത്ര നമുക്ക് വായിക്കാൻ പറ്റിയ ഒരു സാഹചര്യമാണ്. ട്രെയിനിലാണെങ്കിൽ നമുക്ക് വായിക്കാൻ പറ്റും. റോഡ് മാർഗ്ഗം ഒന്നും യാത്ര ചെയ്യുമ്പോൾ എനിക്ക് വായിക്കാൻ കഴിയില്ല, വായിക്കുന്നവരുണ്ടാവാം. എനിക്ക് പക്ഷേ അത്രയ്ക്ക് എളുപ്പമല്ല വായിക്കാൻ. പിന്നെ വായന ലോകത്തിലെ ഏറ്റവും മഹത്തരമാണോ എന്ന് ചോദിച്ചാൽ അതിന് പല അഭിപ്രായം ഉണ്ടാവും. ഒട്ടും സ്വാധീനിക്കാത്തവരുണ്ടാവും. എത്ര വായിച്ചാലും വായിക്കുന്നതിൻ്റെ ഭാഗമായി എന്തെങ്കിലും ഒരു സ്വാധീനം ജീവിതത്തിൽ ഇല്ലാത്തവരും ഉണ്ടാവാം. പക്ഷേ അത് വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. അത് അങ്ങനെ ഉണ്ടാവാം. ഇപ്പോൾ കടലിൽ പോയാലും മരിക്കാത്തവരുണ്ടാവില്ല, പക്ഷേ കുറച്ച് പേരെ ഉണ്ടാവും. അധികം പേരും വായനയാൽ സ്വാധീനിക്കപ്പെടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച പോയ LDF ജാഥയെക്കുറിച്ചാണ്, സബിനവിശ്വം എന്ന പുസ്തകത്തെക്കുറിച്ചാണ്. അപ്പോൾ ആ ജാഥയിൽ അംഗമായിട്ടൊരാളുണ്ടായിരുന്നു, NCPയുടെ സംസ്ഥാന നേതാവായിട്ടുള്ള ഒരു രാജൻ മാഷ് ഉണ്ടായിരുന്നു. അപ്പോൾ രാജൻ മാഷ് ചെരുപ്പ് ധരിക്കുന്നില്ല. അപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. അദ്ദേഹം വളരെ സീനിയറായിട്ടുള്ള ആളാണ്. അപ്പോൾ ഞാൻ ഒഴിവ് സമയത്ത് അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് വലിയ ബഹുമാനം തോന്നി. അദ്ദേഹം എന്നോട് പറഞ്ഞു, 15-ാം വയസ്സിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഗാന്ധിജിയുടെ സത്യാന്വേഷണ പരീക്ഷണ കഥ വായിച്ചത്. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ത്യജിക്കണം എന്ന ചിന്ത മനസ്സിൽ വന്നു. അപ്പോൾ എന്താണ് ത്യജിക്കുക? അന്ന് അദ്ദേഹം പഠിച്ച ക്ലാസ്സിൽ പകുതി കുട്ടികൾക്കൊക്കെ ചെരുപ്പുള്ളൂ. അദ്ദേഹം ചെരുപ്പുണ്ട്, ചെറിയ ക്ലാസ് മുതൽ ചെരുപ്പുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു ഇനി മുതൽ ചെരുപ്പ് ധരിക്കുന്നില്ല. അത് ആ പുസ്തകത്തിൻ്റെ സ്വാധീനമാണ്. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നത്, ഇന്നത്തെ കാലത്ത് ഇതൊക്കെ പരിഹാസ്യമായിരിക്കാം, പക്ഷേ ഞാൻ അദ്ദേഹത്തെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു. കാരണം ഒരു പുസ്തകം വായിച്ച് അതിൽ നിന്ന് അദ്ദേഹത്തിന് തോന്നിയ ഒരു പ്രചോദനമാണ് ജീവിതത്തിൽ പകർത്തുകയാണ്. അതിലൊരു ത്യാഗമുണ്ട്. ചെരുപ്പ് 60 വർഷമായിട്ട് അദ്ദേഹം ചെരുപ്പ് ധരിക്കുന്നില്ല. അദ്ദേഹം ചായയും കാപ്പിയും കുടിക്കാത്ത ഒരാളാണ്. അത് ഈ പുസ്തകത്തിന് ഈ ത്യജിക്കണം എന്നുള്ള ഒരു ചിന്തയിലാണ്. അതിനേക്കാൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, അന്ന് അദ്ദേഹം ഫുൾ സ്ലീവ് ഷർട്ടാണ് ധരിച്ചിരുന്നത്. അപ്പോൾ അത് മടക്കി വെക്കും, കൈ ഇങ്ങനെ മടക്കി വെക്കും. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, അതുകൊണ്ട് എന്ത് ഉപയോഗം, വെറുതെ മടക്കി വെക്കുകയല്ലേ ചെയ്യുന്നു. അതൊരു ആർഭാടമാണ്. അദ്ദേഹം ഹാഫ് സ്ലീവ് ഷർട്ടായിട്ട് മാറി. ഇതൊക്കെ ജീവിതത്തിൽ പാലിക്കുകയാണ്. അപ്പോൾ വായന ഇങ്ങനെ സ്വാധീനിച്ചവരുണ്ട്, പ്രത്യേകിച്ച് കുട്ടികൾ. കുട്ടിക്കാലത്ത് നമ്മൾ വായിക്കുന്നത് നമ്മളെ സ്വാധീനിക്കും. അതിൽ നിന്ന് പല കാര്യങ്ങളും ജീവിതത്തിൽ പകർത്തും, നവീകരിക്കാൻ അത് സഹായിക്കും. അത് കൽപ്പറ്റ നാരായണൻ മാഷക്ക് എന്താ മനസ്സിലാവാത്തത് എനിക്കറിയില്ല. ഇത് പറഞ്ഞപ്പോഴാണ് നമ്മളിപ്പോൾ എപ്പോഴും നമ്മുടെ ഉജ്ജ്വലരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൻ, മഹാന്മാരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ ഓർമ്മിക്കുമ്പോൾ നേരത്തെ പൂക്കളെക്കുറിച്ച് പറഞ്ഞതുപോലെ പുസ്തകങ്ങളെയും കൂടി ചേർത്ത് വെച്ചാണ് നമ്മൾ ആലോചിക്കുക. ഇപ്പം നെഹ്റുവിനെ ആലോചിക്കുമ്പോൾ, ഗാന്ധിയെ ആലോചിക്കുമ്പോൾ, EMS കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചിത്രങ്ങൾ പോലും നമ്മളൊരു പുസ്തകങ്ങൾക്കിടയിലിരിക്കുന്ന EMS, ആയിരക്കണക്കിന് പേജുകൾ എഴുതി തീർത്ത EMS. അപ്പോൾ വലിയ നമ്മളെന്നും ഓർമ്മിക്കുന്ന കാലം എപ്പോഴും അത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം മനുഷ്യന്മാർ നമ്മുടെ മുന്നിൽ ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് രാഷ്ട്രീയ നേതൃത്വം പുതിയ കാലത്ത് നമുക്ക് വായന എന്ന് പറയുമ്പോൾ, പുസ്തകങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഓർമ്മിക്കാൻ പാകത്തിൽ തിരക്കുകൾ കൊണ്ടാണോ, അല്ലെങ്കിൽ EMS പോലെ അല്ലെങ്കിൽ ഗോവിന്ദപിള്ളയെ പോലെ അതും കൂടി ചേർന്നതാണ് എൻ്റെ തിരക്ക് എന്ന് പറയാൻ പാകത്തിൽ എന്തുകൊണ്ട് ജീവിതത്തെ മാറ്റുന്നില്ല എന്ന് വിചാരിക്കുന്നു? അല്ലെങ്കിൽ അങ്ങനെയുള്ള രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഒരു ഗുണം ഉണ്ടോ?
അല്ലെങ്കിൽ വായിക്കാതെ നേരത്തെ പറഞ്ഞ രണ്ട് അഭിപ്രായം ഉണ്ടാകാം. എന്താ അങ്ങനെ തോന്നിയത് ഈ നേതാക്കന്മാരെ സംബന്ധിച്ച്? അല്ല, ഞാനതിൽ ഈ പറഞ്ഞ പോലെ ജഡ്ജ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. കാരണം ഒന്ന്, ഓരോരുത്തരുടെയും വായനാശീലത്തെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നന്നായി വായിക്കുന്നവരുണ്ട് എന്നതൊരു വസ്തുതയാണ്. പലരും നന്നായി വായിക്കുന്നവരാണ്. പുതിയ തലമുറയിൽ യുവ നേതാക്കന്മാർക്കിടയിൽ അത് എത്രമാത്രം ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഓരോന്നും മനസ്സിലാക്കിയാൽ മാത്രമേ അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റൂ. പക്ഷേ വായന നമ്മളെ വീണ്ടും വീണ്ടും നവീകരിക്കാൻ ഉതകണം. അപ്പോഴേ വായന കൊണ്ടൊരു കാര്യമുള്ളൂ. അല്ലാതെ നമ്മൾ വായിച്ചു, അതിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് കിട്ടി, നമ്മുടെ ഒരു അറിവ് അല്പം കൂടി, അത് മാത്രമല്ല. അത് നമ്മുടെ വ്യക്തിത്വത്തെ കൂടുതൽ നവീകരിക്കാൻ, നമ്മളെ കൂടുതൽ ഹൃദയവിശാലതയുള്ളവരാക്കി മാറ്റാൻ, കൂടുതൽ നല്ല മനുഷ്യരാക്കി നമ്മളെ മാറ്റാനൊക്കെ വായന സഹായിക്കുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു ഫലം ഉണ്ടായി എന്ന് നമുക്ക് പറയാനാവുക. ഞാൻ വിചാരിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ തിരക്കുകൾക്കിടയിലും വായിക്കുന്നുണ്ടാവും എന്ന് തന്നെയാണ്. നേതാക്കന്മാർ നമ്മളിപ്പോൾ വായിക്കുന്നുണ്ടാവാം ഇതുപോലെ. പക്ഷെ എന്തായാലും പുതിയ നേതാക്കന്മാരെടുക്കുന്ന തീരുമാനം അതിഗംഭീരമാണ്. ഇപ്പം നിയമസഭാ പുസ്തകോത്സവം നടത്തി, കേരളം മുഴുവൻ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ നടക്കുന്നു. ഈ പുസ്തകോത്സവമൊക്കെ വിഭാവനം ചെയ്യുന്നത് എന്താണ് ശരിക്കും? അതായത് അതൊരു പുതിയ ഐഡിയ ആണല്ലോ അല്ലേ? സാഹിത്യോത്സവം കേരളത്തിലെമ്പാടും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് നടക്കുന്നുണ്ട്. ഞാൻ പലയിടത്തും പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചിലയിടത്തൊന്നും പങ്കെടുക്കാൻ കഴിയാറില്ല പല പരിപാടിയൊന്നും. ഞാൻ പക്ഷെ പൊതുവെ അതിനെ സ്വാഗതം ചെയ്യുന്ന ഒരാളാണ്. എന്തു തന്നെയായാലും കലയും സാഹിത്യവും വായനയും ഒക്കെ ചർച്ച ചെയ്യുന്നു, ആളുകൾ ഒത്തുകൂടുന്നു. അത് അത്രയ്ക്ക് നമ്മുടെ സമൂഹത്തിന് നല്ലത് തന്നെയാണ്. അതുകൊണ്ട് ദോഷമൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അതിനെ പല വിമർശനങ്ങളും ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. വിമർശനങ്ങൾ ഇനി എന്തു തന്നെയായാലും നമ്മുടെ നാട്ടിൻപുറങ്ങളിലും നഗരങ്ങളിലും ഒക്കെ കലയെയും സാഹിത്യത്തെയും സംസ്കാരത്തെയും രാഷ്ട്രീയത്തെയും ഒക്കെ കുറിച്ച് ആളുകൾ ഒത്തുകൂടിയിരുന്ന് ചർച്ച ചെയ്യുകയും സംവാദത്തിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് നല്ല കാര്യമാണ് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ കേരളം എന്ന് പറയുമ്പോൾ ലോകത്ത് നമ്മൾ അല്ലെ ഈ ലോകത്തിൻ്റെ ഭൂപടത്തിൽ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു സ്ഥലമാണ്. അതിനകത്ത് വായനയും കലയും ഇതൊക്കെ കൂടി ചേർന്നൊരു കൾച്ചറുണ്ട്. ഇപ്പോൾ ലോക സിനിമ പ്രദർശിപ്പിക്കുന്ന ഒരിടമാണ് IFFK എന്ന് പറയുന്നത്. അവിടെ ഞാൻ സ്വരാജിനെ കണ്ടിട്ടുണ്ട്. സ്വരാജിനോടൊപ്പം ഒരിക്കലും ഒരു പ്രതിഷേധ ഇതിലും പങ്കെടുത്തിട്ടുണ്ട്. ഓർമ്മിക്കുന്നുണ്ടോ എന്നറിയില്ല. ഷെറിയുടെ ആ സിനിമയുടെ പ്രദർശനം അതിനകത്തേക്ക് കിട്ടാൻ വേണ്ടി മത്സരവിഭാഗത്തിലേക്ക് ആ സിനിമ അല്ലേ. അപ്പോൾ ആ സിനിമ കാഴ്ച എന്താണ് സ്വരാജ്? തീർച്ചയായിട്ടും സിനിമ ഞാൻ ഇപ്പോഴും കാണുന്നതാണ്. സിനിമയെ ഓരോരുത്തർക്കും അവരവരുടേതായ ഒരു സിനിമയുണ്ടാവും. ഇഷ്ടപ്പെടുന്നുണ്ട്. അത് പോട്ടെ. ഈ ഷെറിയുടേത് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. അത് സിനിമയുടെ പേര് ആദിമധ്യാന്തം അങ്ങനെ ആണെന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. പക്ഷേ ആ സമരത്തിൻ്റെ കാരണം എനിക്ക് ഓർമ്മയുണ്ട്. അത് ആ സിനിമ അദ്ദേഹം വളരെ പ്രത്യേകമായി രീതിയിൽ സംവിധാനം ചെയ്തായിരുന്നു. ആദ്യത്തെ കുറച്ച് മിനിറ്റുകൾ നിശബ്ദ ചിത്രം പോലെയാണ് പോവുക. അപ്പോൾ അന്നത്തെ സ്ക്രീനിങ് കമ്മിറ്റിക്ക് മറ്റു അബദ്ധം പറ്റി, ഇതിൻ്റെ ഓഡിയോ എന്തോ പ്രശ്നമുണ്ട് എന്ന് കരുതിയിട്ട് അവർ അത് പ്രദർശിപ്പിക്കാൻ വിസമ്മതിച്ചു. സത്യത്തിൽ ചെവി കേൾക്കാത്തൊരു കുട്ടിയെയാണ് ചിത്രീകരിക്കുന്നത്. കുറച്ച് മിനിറ്റുകൾ കഴിയുമ്പോഴാണ് ഇയർഫോൺ വെക്കുമ്പോൾ ആ കുട്ടി കേൾക്കാൻ തുടങ്ങുന്നത്. അപ്പോഴാണ് സിനിമയിലെ ശബ്ദം വരുന്നത്. അപ്പോൾ അന്നത്തെ സ്ക്രീനിങ് കമ്മിറ്റിക്ക് ഇതുപോലും മനസ്സിലാകാതെ എനിക്ക് തോന്നുന്നു സിനിമ മുഴുവൻ കണ്ടിട്ടുണ്ടാവില്ല. തുടക്കം കുറച്ചൊന്നും കണ്ടപ്പോൾ അങ്ങനെ ഇതൊരു വിഡിത്തം ചെയ്തതാണ്. അതിനെതിരെയായിരുന്നു അന്നത്തെ പ്രതിഷേധം. ഞാൻ കഴിഞ്ഞ ഏകദേശം 24-25 വർഷമായിട്ട് IFFKയിൽ സ്ഥിരമായിട്ട് പോകുന്ന ഒരാളാണ്. എല്ലാ വർഷവും കുറച്ച് സിനിമകൾ കാണാറുണ്ട്. ഈ കഴിഞ്ഞ IFFKയിലും 20 സിനിമ കണ്ടിരുന്നു. IFFKയിൽ ഞാൻ 20 സിനിമ കാണുകയുണ്ടായി. എല്ലാ IFFKയിലും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സിനിമയെങ്കിലും എനിക്ക് കിട്ടാറുണ്ട് കുറേ കാണുമ്പോൾ. പക്ഷേ നമുക്കിഷ്ടമില്ലാത്തൊരു സിനിമ മറ്റു ചിലർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, ചിലർക്ക് ഇഷ്ടപ്പെടാത്ത സിനിമ നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. എന്തായാലും ലോക സിനിമ IFFKയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രദർശിപ്പിക്കുന്ന സിനിമയിൽ നല്ലൊരു പങ്ക് ആ തന്നാണ്ടിൽ നിർമ്മിച്ച സിനിമയായിരിക്കും, ആ വർഷം നിർമ്മിച്ച സിനിമ, അല്ലെങ്കിൽ തൊട്ട് തലേ വർഷം നിർമ്മിച്ചായിരിക്കും. അതിലൂടെ ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ, അവിടുത്തെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, അവരുടെ ജീവിത രീതികൾ, ആ രാജ്യത്ത് വരുന്ന മാറ്റങ്ങൾ, അങ്ങനെ ലോകത്തിൻ്റെ ഒരു നേർചിത്രമാണ് പലപ്പോഴും IFFKയിൽ വരുന്ന. ഇതൊക്കെ കൂടിയാണ് രാഷ്ട്രീയ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ ബിനാലെ, അതിന് സ്വരാജ് അല്ലെ, അതും ഇതുപോലെ പോകാറുണ്ട്. അവിടെയും ഫോട്ടോഗ്രാഫിയുടെ ഒക്കെ പല ദൃശ്യങ്ങൾ പുതിയ ഇൻസ്റ്റലേഷനുകളൊക്കെ കാണാറുണ്ട്. ഈ രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇപ്പോൾ വായനയും ഇതൊക്കെയായിട്ട് ഒരുപാട് ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്ന ആളാണ്. വ്യത്യസ്ത സിനിമകൾ കാണാൻ, ഇതുപോലെ കലാപ്രവർത്തനത്തിൽ ഏർപ്പെടണം. പക്ഷെ ഒരു വലിയ തിരക്ക് പിടിച്ച മനുഷ്യനാണ്. നയം വ്യക്തമാക്കുന്നു എന്ന് പറഞ്ഞാൽ പഴയ സിനിമ ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല, കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ആ സിനിമ കാണുമ്പോൾ ആ സിനിമ, ആ കുടുംബത്തിനകത്തെ ശാന്തികൃഷ്ണ ചെയ്ത കഥാപാത്രം അല്ലെ, ഭാര്യയുടെ വേദനയാണ് ഭർത്താവിന്.
ഇപ്പോൾ ഒരു കുടുംബ ജീവിതത്തിനകത്തേക്ക് ഈ പറഞ്ഞ തിരക്കുകൾ, ലോകം നന്നാക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലോകം നന്നാക്കാൻ ഇറങ്ങുന്ന മനുഷ്യന്മാർ അനുഭവിക്കുന്ന ഈ കുടുംബത്തിനകത്ത് പൂക്കളുടെ സൗമ്യമായ സാന്നിധ്യമുള്ള ഒരാൾ അല്ലേ, വീട്ടിനകത്ത് വലിയ രീതിയിൽ അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ, കുട്ടികളും ഭാര്യയും? അല്ല, അതിൽ എനിക്ക് കുട്ടികളില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പ്രവർത്തകർ, അത് നിങ്ങൾ ഈ സിനിമയുടെ കാര്യം പറഞ്ഞ പോലെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും കുടുംബത്തിനോട് നീതി പുലർത്താൻ കഴിയുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമാണ്. എല്ലായ്പ്പോഴും ഒരുമിച്ചുണ്ടാവുക എന്ന് പറയുന്നത് അസാധ്യമായൊരു കാര്യമാണ്. എന്നാലും ഇപ്പോൾ ഞങ്ങൾ വിവാഹത്തിന് ശേഷം ഞങ്ങൾ ഈ വർഷം വരെയും IFFKയിൽ ഒരുമിച്ചാണ് പോകാറ്. അപ്പോൾ ഞങ്ങളങ്ങനെ പരമാവധി ഒരുമിച്ച് ഉണ്ടാകാൻ അങ്ങനെ ക്രമീകരിക്കാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ പ്രശ്നം നമുക്കതിനെ ഈ പറയുന്ന തിരക്കുകൾ കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളെ കുറേയൊക്കെ മറികടക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇതൊക്കെ അതായത് രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഭരണകൂടത്തിൻ്റെ ഒക്കെ ഭാഗമാകുമ്പോൾ വലിയ ഭാവനയുള്ള ആളുകളായിരിക്കണം. ഈ ഭാവന സാമ്പത്തികമായിട്ട് നമ്മുടെ കേരളത്തെ കൂടുതൽ സമ്പന്നമാക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഉദാഹരണം, കേരളത്തെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അനുഭവം വിദേശത്തുള്ള ആളുകൾക്ക് കൊടുക്കണം. അതെന്താണ് കേരളം എന്ന് ചോദിച്ചാൽ കലയും സാഹിത്യവും കൾച്ചറും ഇങ്ങനെ വേറിട്ട ഒരു ലോകമാണ്. അപ്പോൾ ആ ഭരണകൂടം ഈ വേറിട്ടതിനെ സവിശേഷമായി ആവിഷ്കരിക്കുകയും അതനുഭവിക്കാനുമുള്ള ഒരു ഏരിയ, അവരുടെ ആ യാത്രയെ മാറ്റാൻ പാകത്തിൽ സ്വരാജിനെ പോലത്തെ ഒരാൾ എന്താണ് ആ കേരളത്തെ, ഭാവി കേരളത്തെ, അതായത് നമ്മൾ ഈ കേരളത്തെ ലോകത്തിന് അനുഭവിക്കാൻ പാകത്തിൽ എങ്ങനെ നിർത്തണമെന്ന് ആലോചിക്കുന്നു? ഇപ്പോൾ തന്നെ കേരളം ലോകത്തിൻ്റെ ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ 2025 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ കേരളം സന്ദർശിച്ച സഞ്ചാരികളുടെ എണ്ണം 2,30,00,000 പരമാണ്. അതൊരു സർവ്വകാല റെക്കോർഡാണ്. മുൻ വർഷങ്ങളുള്ളതിനേക്കാൾ ലക്ഷക്കണക്കിന് കൂടുതലാണ് ഇത് വന്നിരിക്കുന്നത്. അതിങ്ങോട്ട് വന്നിട്ടുള്ള ആളുകൾ കേരളത്തിലെ ഏതെങ്കിലും പ്രത്യേക ചില ഡെസ്റ്റിനേഷൻ തേടി മാത്രമല്ല. ഇപ്പോൾ മൂന്നാറോ തേക്കടിയോ കുമളിയോ അല്ലെങ്കിൽ കോവളമോ കുമരകമോ അതൊക്കെ കാണാൻ വരുന്നവരുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ അതുമാത്രമല്ല, അവർ ഈ കേരളം എന്ന് പറയുന്ന ഈ പ്രദേശം, ഭൂപ്രദേശം, അതിൻ്റെ സവിശേഷതകൾ മനസ്സിലാക്കാൻ, കേരളത്തെ അറിയാൻ, പഠിക്കാൻ, എങ്ങനെ ഇങ്ങനൊരു നാട് സാധ്യമായി, അത് വലിയ അത്ഭുതമാണ് ആളുകളെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് ഇന്ത്യയെക്കുറിച്ചിപ്പോൾ വലിയ അവകാശവാദങ്ങളെല്ലാം ഭരിക്കുന്നവർ നടത്തുമ്പോഴും ഹങ്കർ ഇൻഡെക്സിൽ നമ്മൾ 102-ാം പൊസിഷനിൽ, ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യ 102-ാം സ്ഥാനത്താണ്. ആകെ 123 രാജ്യം അതിലുള്ളൂ. എന്ന് വെച്ചാൽ പട്ടിണി യാഥാർത്ഥ്യമാണ്. ഇവിടെ പട്ടിണി മരണം യാഥാർത്ഥ്യമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യർ ചേരികളിൽ ജീവിക്കുന്നത് ഇന്ത്യയിലാണ്, നമ്മുടെ രാജ്യത്താണ്. ഏറ്റവും കൂടുതൽ ക്ഷയരോഗികളും കുഷ്ഠരോഗികളും ഇന്ത്യയിലാണ്. പട്ടിണി മരണങ്ങൾ ഇവിടെ നടക്കും. അങ്ങനെ ഒരു രാജ്യത്ത് കേരളം എന്ന് പറയുന്നൊരു സ്ഥലം അതിദാരിദ്ര്യം തുടച്ചു നീക്കുന്നു, ശിശുമരണ നിരക്കിൽ അമേരിക്കയെ മറികടക്കുന്നു. ഇതൊക്കെ ഒരു അത്ഭുതമാണ് ലോകം. അപ്പോൾ കേരളത്തെ അറിയാൻ വേണ്ടി ആളുകൾ വരുന്നുണ്ട്. അതോടൊപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ കല, കേരളത്തിൻ്റെ സാംസ്കാരിക സവിശേഷതകൾ, കേരളത്തിൻ്റെ ചരിത്ര മുഹൂർത്തങ്ങൾ, ഇതെല്ലാം ലോകത്തിൻ്റെ മുൻപിൽ തുറന്നു വെക്കാൻ കഴിയും വിധത്തിൽ ഒരു പദ്ധതി നമ്മൾ ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ള പല ശ്രമങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട്. കേരളം പൂക്കളുടെ കൂടിയായിരിക്കും. തീർച്ചയായിട്ടും. നമ്മൾ ഈ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. എന്തായാലും സ്വരാജിനോടുള്ള ആളുകളുടെ ഇഷ്ടം വാക്കുകളോടുള്ള ഇഷ്ടം കൂടിയാണ്, ആശയങ്ങളോടുള്ള ഇഷ്ടം കൂടിയാണ്, വിശകലനങ്ങളോടുകൂടിയുള്ള ഇഷ്ടമാണ്. തീർച്ചയായും അതൊക്കെ അത്ര കൃത്യമായി ഉണ്ടായിത്തീരുന്നത് മികച്ച, അദ്ദേഹം വലിയ വായനക്കാരനല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മൾ കേൾക്കുന്ന സ്വരാജ് ആ വായിച്ച കാര്യങ്ങൾ കൃത്യമായി വളരെ ഓർമ്മയിൽ സൂക്ഷിച്ച് അതാത് സന്ദർഭങ്ങളിൽ ഔചിത്യത്തോടുകൂടി ഈ ലോകവുമായി വിനിമയം ചെയ്യാൻ ശേഷിയുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ്, ഒരു എഴുത്തുകാരനാണ്. ആ എഴുത്തുകാരൻ എന്ന മേൽവിലാസം കൂടി ബാക്കിയാക്കിക്കൊണ്ട് ആ രാഷ്ട്രീയ പ്രവർത്തകനെ നാം ചേർത്ത് പിടിക്കുന്നു. മാഡിസത്തിൻ്റെ ഈ ഡിജിറ്റൽ ഫെസ്റ്റിൻ്റെ ഒപ്പം ഇരുന്നതിന് വലിയ സന്തോഷം. സന്തോഷം.